നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ജെയിംസ് ഹാർഡ്ലി ചേസിന്റെ ക്രൈം ത്രില്ലർ നോവലായ ഹെർ റിവഞ്ച്. അനിശ്ചിതമായ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളുമായി തന്റെ പഴയ പാക്കാർഡ് കാറിൽ കെൻ ട്രാവേഴ്സ് യാത്ര ചെയ്യുകയായിരുന്നു. പിറ്റ്സ്വെല്ലയിലെ ഡെപ്യൂട്ടി ഷെരീഫായിരുന്നു കെൻ ട്രാവേഴ്സ്. നീണ്ടു മെലിഞ്ഞ കറുത്ത നിറമുള്ള അയാളുടെ ശരീരം ആകൃതിയൊത്തതായിരുന്നു. ജീവിതത്തിൽ നല്ലൊരു പദവി ഏറ്റെടുക്കാനുള്ള ലക്ഷ്യം ആ കണ്ണുകളിൽ പ്രകടമായി കാണാം. ആ ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ ഇപ്പോഴുള്ള ഷെരീഫ് ജോലിയിൽ നിന്നും പിരിയണം. അതല്ലെങ്കിൽ അദ്ദേഹം മരിക്കണം. 76 വയസ്സോടടുത്ത ഷെരീഫ് തോംസനെ കെൻ ട്രാവേഴ്സിന് വളരെ ഇഷ്ടമായിരുന്നു. പ്രായമായ ആ മനുഷ്യൻ എത്ര സമർത്ഥനാണെങ്കിലും എത്ര നല്ല ഷെരീഫായിരുന്നാലും ഇതിനു മുമ്പേ ആ സ്ഥാനം തനിക്ക് ഒഴിഞ്ഞു തരേണ്ടതായിരുന്നുവെന്ന് അയാൾക്ക് തോന്നാറുണ്ടായിരുന്നു. ഷെരീഫ് എന്ന പദവി നല്ലൊരു വരുമാന മാർഗമാണ്. ആ പദവി കൈവരികയാണെങ്കിൽ താൻ സ്നേഹിക്കുന്ന ഐറിസ് എന്ന 19കാരിയെ വിവാഹം കഴിക്കുക വളരെ എളുപ്പമാണെന്ന് അയാൾക്കറിയാം. ഈ ചിന്തകൾക്കു പുറമെ കാമുകിയായ ഐറിസിനെ സന്ധിക്കാൻ തീരുമാനിച്ചിരുന്ന ദിവസം പീറ്റ്സ്വെല്ലിലെ ബാങ്കിൽ കാവലിരിക്കണമെന്ന ഷെരീഫിന്റെ നിർദ്ദേശം ട്രാവേഴ്സിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. പ്രസ്തുത ബാങ്കിന്റെ മാനേജർ മിസ്റ്റർ ലാംബിന് സുഖമില്ലാത്തതായിരുന്നു കാരണം. വീട്ടിൽ അടിയന്തരമായ ജോലികൾ ചെയ്തു തീർക്കാനുള്ളതുകൊണ്ടാണ് തനിക്ക് ബാങ്കിലേക്ക് പോകാൻ സാധിക്കാതെ വന്നതെന്നായിരുന്നു ഷെരീഫ് തോംസൺ പറഞ്ഞത്. എനിക്കിന്ന് വീട്ടിൽ പ്രധാനപ്പെട്ട കുറെ ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് മകനെ. അതുകൊണ്ട് പിറ്റ്സ്വെല്ലിലെ ബാങ്കിൽ നീ ചെന്ന് കാവലിരിക്കണം. നമുക്ക് പറയാൻ പറ്റില്ല, ബാങ്ക് കവർച്ച നടക്കുന്ന കാലമാണിത്. ആരെങ്കിലും കവർച്ച നടക്കാൻ തക്കം പാർത്തിരിക്കുകയാവും. അതുകൊണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നീ ഇന്ന് ഐറിസിനെ സന്ധിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസമാണെന്ന് എനിക്കറിയാം. അക്കാര്യം അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെക്കൂ. അപ്പോൾ ഉല്ലാസമായി നിങ്ങൾക്ക് 1-2 ദിവസങ്ങൾ തന്നെ വേണമെങ്കിൽ ഒരുമിച്ച് ചിലവഴിക്കാം. മിസ് ആലീസ് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അയാളെയാണ് ബാങ്കിന്റെ ചാർജ് ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. 10:30 മണി മുതൽ ട്രാവേഴ്സ് കാറിലിരിക്കാൻ തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ സമയം 3:45 കഴിഞ്ഞിരിക്കുന്നു. ഐറിസിനെ ഇനി സന്ധിക്കാനാവില്ലെന്ന് അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. ആ സമയം സാൻ ഫ്രാൻസിസ്കോ നമ്പർ പ്ലേറ്റുള്ള ഒരു കാർ അയാളെ കടന്നു പോവുകയും ബാങ്ക് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ വേഗത കുറയുന്നതും ട്രാവേഴ്സ് ശ്രദ്ധിച്ചു. അത് പിന്നീട് മുനിസിപ്പൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് നീങ്ങി. അതിൽ നിന്നും കനത്ത ദേഹപ്രകൃതമുള്ള ഒരു വ്യക്തി ഇറങ്ങി ബാങ്ക് ലക്ഷ്യമാക്കി നടന്നു വരുന്നത് കണ്ടു. ട്രാവേഴ്സ് ആ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി. അയാൾ ഒരു കായികാഭ്യാസി ആയിരിക്കണമെന്ന് അയാൾ ഊഹിച്ചു. അധികം ചിന്തിക്കാനുള്ള അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തി ബാങ്കിന്റെ പ്രവേശന കവാടത്തിനടുത്തെത്തിയതിനാൽ ട്രാവേഴ്സ് ധൃതിയിൽ മുന്നോട്ട് ചെന്നു. ഹേയ്, ഒരു നിമിഷം! ട്രാവേഴ്സ് വിളിച്ചു പറയുന്നത് കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ട്രാവേഴ്സ് അയാൾക്കു സമീപമെത്തി. ബാങ്ക് അടച്ചു കഴിഞ്ഞു. താങ്കൾക്ക് എന്തു വേണം? ആ മുഖം വളരെ ഗൗരവമേറിയതായിരുന്നു. എന്നാൽ ഒന്ന് മന്ദഹസിച്ചപ്പോൾ അടുത്തിടപഴകാൻ പറ്റിയ ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് ട്രാവേഴ്സിന് പെട്ടെന്ന് മനസ്സിലായി. എൻ്റെ പേര് ദവെ. ഈ ബാങ്കിന്റെ പുതിയ മാനേജറാണ് ഞാൻ. ട്രാവേഴ്സും അയാളെ നോക്കി മന്ദഹസിച്ചു. ഡെപ്യൂട്ടി ഷെരീഫ് ട്രാവേഴ്സ് ആണ് ഞാൻ. ദയവായി താങ്കളുടെ അടയാളം കാണിക്കാമോ? ദവെ തന്റെ ബാങ്ക് പാസ് കയ്യിലെടുത്ത് ട്രാവേഴ്സിന് കാണിച്ചു. ഇത്രയും മതിയല്ലോ. ഈ ബാങ്ക് വളരെ കരുതലോടെ സംരക്ഷിക്കപ്പെട്ട് കാണുന്നതിൽ സന്തോഷമുണ്ട്. ട്രാവേഴ്സ് പാസ് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. മിസ് ആലീസിനെ കൊണ്ട് തനിച്ച് ഇവിടെ നോക്കി നടത്താനാവില്ലെന്ന് ഷെരീഫിന് തോന്നിയിരുന്നതിനാൽ എന്നോട് കൂട്ടിയിരിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയായിരുന്നു. ഏതായാലും താങ്കൾ വന്നത് എനിക്ക് ഉപകാരമായി. മിസ്റ്റർ ലാംബ് എങ്ങനെയിരിക്കുന്നു? ദവെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ്. ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന് നാളെ കഴിഞ്ഞാൽ അറിയാം. മിസ്റ്റർ ദവെ സഹതാപപൂർവമായ ചില സ്വരങ്ങൾ പുറപ്പെടുവിച്ചു. എനിക്ക് മിസ് ആലീസിനെ ചെന്നു കാണണം, ദവെ പറഞ്ഞു. അവർ രണ്ടുപേരും ബാങ്കിന്റെ പ്രവേശന കവാടത്തിനടുത്തെത്തി. അവിടെ ഒരു യുവതി നിൽക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ ദവെ അയാളെ പെട്ടെന്നൊന്ന് ചുഴിഞ്ഞു നോക്കി. അവൾക്ക് സുമാർ 25-6 വയസ്സ് പ്രായം തോന്നിച്ചിരുന്നു. ഒത്ത ഉയരം, ക്ഷീണിച്ചതെന്ന് തോന്നിക്കുന്ന ശരീരം, മൊത്തത്തിൽ ഒരു വൃദ്ധ കന്യകയെ പോലെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിറമൊത്ത ശരീരവും ചാരനിറത്തിലുള്ള മുടിയും അവളുടെ ആകൃതിക്ക് തെല്ലൊരു അഴക് കൂട്ടിയിരുന്നു. ഇദ്ദേഹമാണ് മിസ്റ്റർ ദവെ, ഇവിടുത്തെ പുതിയ മാനേജർ. ട്രാവേഴ്സ് പരിചയപ്പെടുത്തി. മിസ് ആലീസ്, പൗതിയെ താമസിപ്പിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വന്നതായിരുന്നു അതിനു കാരണം. ഓ, ദാറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു.
വരൂ, അകത്തേക്ക് വരൂ. ഇനി ഞാൻ പോകുന്നു, ദവയെ നോക്കി ട്രാവേഴ്സ് പറഞ്ഞു. താങ്കളെ കണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാൻ ഷെരീഫിന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. ദവെ ട്രാവേഴ്സിന് കൈ കൊടുത്ത് വിട നൽകിയ ശേഷം മിസ് ആലീസിനോടൊപ്പം ബാങ്കിനകത്തേക്ക് ചെന്നു. ദവെ ബാങ്കിന്റെ കതകടിച്ച് ചുറ്റും നോക്കി. അതൊരു ചെറിയ ബാങ്കായിരുന്നു. ഇരുമ്പഴികളിട്ട കൗണ്ടറുകൾ, അതിന്റെ പിറകിൽ ഒരു ഓഫീസ്. അതിനകത്തേക്കുള്ള കതകിന് അഭിമുഖമായി അടുത്ത ഓഫീസിലേക്കുള്ള മറ്റൊരു കതക്. ഇടപാടുകാർക്ക് ഇരിക്കാൻ വേണ്ട ബെഞ്ചും അതിനു മുമ്പിൽ ഒരു മേശയും മേശപ്പുറത്ത് കുറെ മാസികകളും ഉണ്ടായിരുന്നു. മിസ് ആലീസ് അയാളെ തന്നെ ഇടയ്ക്കിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മിസ്റ്റർ ലാംബിനെ കുറിച്ച് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ബാങ്കിന്റെ മുഴുവൻ ചുമതലയും ഭവതിക്ക് നടത്തേണ്ടി വന്ന വിവരവും ഞാൻ അറിഞ്ഞു. ഇനി താക്കോൽ എന്നെ ഏൽപ്പിച്ച് ഭവതിക്ക് വീട്ടിലേക്ക് മടങ്ങാം. തിങ്കളാഴ്ച വരെ ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ദവെ മന്ദഹാസത്തോടെ പറഞ്ഞു. തുടർന്ന് അയാൾ മാനേജറുടെ മുറിയിലേക്കുള്ള കതക് തുറന്ന് അകത്തേക്ക് ചെന്നു. ചെറുതാണെങ്കിലും വൃത്തിയുള്ള മുറി. തറയിൽ പരവതാനി വിരിച്ചിട്ടിരുന്നു. സാമാന്യം വലിയൊരു മേശ, അതിന്റെ പിന്നിലായി ഉയരമുള്ള ഒരു കസേരയും. ആലീസ് കതകിനടുത്ത് നിന്നുകൊണ്ട് അയാളെ വിളിച്ചു. വരൂ, ഇവിടെ ഇരിക്കൂ. മാനേജറുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് ദവെ ആലീസിനോട് പറഞ്ഞു. സിഗരറ്റ്? വേണ്ട നന്ദി, ഞാൻ പുകവലിക്കാറില്ല. അവൾ കസേരയ്ക്ക് സമീപം വന്ന് തല കുനിച്ചു നിന്നു. ഇവളൊരു പ്രത്യേക തരക്കാരി തന്നെ, ദവെ മനസ്സിലോർത്തു. ശരി, താക്കോൽ എവിടെ? ഇടത്തെ മേശവലിപ്പുകളിൽ ഏറ്റവും മുകളിലത്തേതിൽ. മുഖമുയർത്താതെ തന്നെ അവൾ മറുപടി നൽകി. മേശവലിപ്പ് തുറന്ന് താക്കോലുകൾ കണ്ടെടുത്തു. ഭവതിയുടെ കൈവശം വയ്ക്കാറുള്ള താക്കോലുകൾ ഏതൊക്കെയാണ്? അയാൾ ചോദിച്ചു. ബാങ്കിന്റെ മുൻവശത്തെ കതകിന്റെയും വോൾട്ടിന്റെയും താക്കോലുകൾ. വോൾട്ടിന് 2 പൂട്ടാണുള്ളത്. ഒരു പൂട്ടിനുള്ള താക്കോൽ താങ്കളുടെ വശവും മറ്റേ പൂട്ടിനുള്ളത് എന്റെ വശവുമായിരിക്കും. അയാൾ അവളെ നോക്കി മന്ദഹസിച്ചു. അതായത് നിന്റെ സഹകരണമില്ലാതെ എനിക്കോ എന്റെ സഹകരണമില്ലാതെ നിനക്കോ വോൾട്ട് തുറന്ന് പണമോഷണം നടത്താനാവില്ലെന്ന അർത്ഥം അല്ലേ? അവൾ അത് കേട്ട് മന്ദഹസിച്ചു. അയാൾ പറഞ്ഞ തമാശയായി കണക്കിലെടുത്തുകൊണ്ടായിരുന്നില്ല അവൾ മന്ദഹസിച്ചതെന്ന് പ്രകടമായിരുന്നു. ഒന്ന് നിർത്തിയ ശേഷം അയാൾ ചോദിച്ചു. മിസ്റ്റർ ലാംബിന്റെ മേൽവിലാസം ഒന്ന് തരുമോ? ദി ബംഗ്ലോ, കണ്ണാട്ട് അവന്യൂ. പ്രധാന പാതയിൽ വലതുവശം 4ാമത്തെ തെരുവിലാണത്. നന്ദി. അയാൾ മേൽവിലാസം ഒരു പാഡിൽ കുറിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. ഈ നഗരത്തിൽ ഒരു താമസ സ്ഥലം കിട്ടുന്നതിനെ പറ്റി ഭവതിയുടെ അഭിപ്രായം എന്താണ്? ഏറ്റവും സൗകര്യമുള്ള ഒരിടം ഞാൻ താമസിക്കുന്ന സ്ഥലത്തുണ്ട്. അതിന്റെ ഉടമ മിസ്സിസ് ലോറിംഗ് ആണ്. രുചികരമായ ഭക്ഷണവും മിതമായ ചാർജും അവിടുത്തെ പ്രത്യേകതയാണ്. അവളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും തെറ്റായി പോയെന്ന് മിസ്റ്റർ ദവെ മനസ്സിലാക്കി. അവൾ താമസിക്കുന്നിടത്തുനിന്ന് താമസിക്കാൻ അയാൾക്ക് ആഗ്രഹമില്ല. പക്ഷേ ഒരിക്കൽ പറഞ്ഞു പോയത് തിരിച്ചെടുക്കാനും പ്രയാസമാണല്ലോ. അതാണ് നല്ലതെന്ന് തോന്നുന്നു. മേൽവിലാസം എന്താണ്? മാക്ലീൻ ഡ്രൈവിലാണത്. ഡൗൺ ഹൈവേ വിട്ട് 1.5 മൈൽ അകലെയായിട്ടാണ് മാക്ലീൻ ഡ്രൈവ്. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. അയാൾ എഴുന്നേറ്റ് താക്കോലുകൾ പാൻറിന്റെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. ആദ്യം ഞാൻ മിസ്സിസ് ലാംബിനെ വിളിക്കട്ടെ, അതിനുശേഷം മാക്ലീൻ ഡ്രൈവിലേക്ക് വരാം. ഉത്കണ്ഠയോടെ അയാൾ അവളെ നോക്കി. ഭവതി അച്ഛനമ്മമാരെ വിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൾ അത് കേട്ട് ചൂളിപ്പോയത് അയാൾ ശ്രദ്ധിച്ചു. അങ്ങനെ എനിക്ക് രക്ഷകർത്താക്കളായി ആരുമില്ല. ഉണ്ടായിരുന്നവർ 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റോഡ് അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. അത് വലിയ കഷ്ടമായി പോയി. താൻ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അബദ്ധങ്ങളാണെന്ന് ദവയ്ക്ക് തോന്നി. അയാൾ എഴുന്നേറ്റ് കതകിനടുത്തേക്ക് നടന്നു. ഇനി ബാങ്ക് അടയ്ക്കണമെങ്കിലാകാം. ബിസിനസ് കാര്യങ്ങളെ പറ്റി നമുക്ക് തിങ്കളാഴ്ച സംസാരിക്കാം. ഞാൻ മിസ്റ്റർ ലാംബിന്റെ ബംഗ്ലാവിലേക്ക് പോവുകയാണ്. അവർ പിരിഞ്ഞു. ദവെ തന്റെ കാറിൽ കണ്ണാട്ട് അവന്യൂയിലേക്ക് യാത്ര തിരിച്ചു. ആ ബംഗ്ലാവിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ദവെ കുറേ സമയം കാറിലിരുന്നു. ബാങ്കിന്റെ സ്വന്തമാണ് ബംഗ്ലാവ്. സ്വാഭാവികമായും തന്റെ അധികാര പരിധിയിൽപ്പെടുന്ന ഒരിടം. മിസ്റ്റർ ലാംബ് മരിച്ചാൽ തനിക്ക് അവിടെ താമസിക്കേണ്ടി വരും, ദവെ ഓർത്തു. അയാൾ കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറന്ന് ബംഗ്ലാവിലേക്ക് നടന്നു. പ്രായമായ ഒരു സ്ത്രീ കതക് തുറന്ന് വെളിയിലെത്തി. ശോകച്ചായ കലർന്ന ഒരു മുഖം. ദവെ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ ഒരു മൂഢയെ പോലെ അവൾ അയാളെ നോക്കി. ഏതാണ്ട് 1/2 മണിക്കൂർ നേരം അവളോടൊപ്പം ചിലവഴിച്ച് മടങ്ങുമ്പോൾ തന്നെക്കുറിച്ച് അവൾക്ക് നല്ല മതിപ്പുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. അതേപോലെ മിസ്റ്റർ ലാംബ് ഗുരുതരമായ നിലയിലാണെന്നും അടുത്തൊന്നും ജോലിയിൽ പ്രവേശിക്കാൻ ഇടയില്ലെന്നും അയാൾ ഊഹിച്ചു. വഴിയിൽ ഒരു ബാറിൽ കയറി അല്പം സ്കോച്ച് വാങ്ങി കഴിച്ചു. 6 മണിക്ക് ഏതാനും നിമിഷങ്ങൾ ബാക്കിയുണ്ട്.
ബാറിൽ വളരെയൊന്നും തിരക്കുണ്ടായിരുന്നില്ല. മിസ്റ്റർ ലാംബ് മരിക്കാൻ മാസങ്ങൾ തന്നെ വേണ്ടിവരും. അതേവരെ ഇവിടെ ചുറ്റിപ്പറ്റി കഴിയേണ്ട സ്ഥിതിയാണ്. അയാൾ മരിച്ച ശേഷം മാത്രമേ തനിക്കിവിടെ സ്ഥിരമായ ഒരു ജോലിയാവുകയുള്ളൂ. അയാൾ ഓർത്തു. ആലീസിനോടൊപ്പമുള്ള ജീവിതം 15 വർഷത്തെ ജയിൽവാസത്തിന് തുല്യമാണെന്ന് അയാൾ വിശ്വസിച്ചു. 1 മൈൽ അകലെയാണ് മാക്ലിൻ ഡ്രൈവ്. അവിടെ എത്തിയപ്പോൾ അയാൾക്ക് അത്ഭുതം തോന്നി. പ്രതീക്ഷിച്ചതിലേറെ സുഖസൗകര്യങ്ങളുള്ള ഒരു 3 നില കെട്ടിടം. മുമ്പിൽ മനോഹരമായൊരു തോട്ടം. അകലെ നീലരേഖകൾ പോലെ കുന്നിൻ കൊടിമുടികൾ തലയുയർത്തി നിൽക്കുന്നു. ബംഗ്ലാവിന്റെ ജനാലയിൽ കൂടി അകത്തെ പ്രകാശം കാണാമായിരുന്നു. നഗരത്തിലെ മറ്റു കെട്ടിടങ്ങളെക്കാൾ ഇതിന് ഒരു പ്രത്യേക മേന്മയുണ്ടെന്ന് അയാൾക്ക് തോന്നി. പോർട്ടിക്കോയിൽ കാർ നിർത്തി. അയാൾ പടികൾ ചവിട്ടിക്കയറി. മുൻഗതികനരികെ കൊണ്ട കോളിംഗ് ബെല്ലിൽ വിരലമർത്തി കാത്തുനിന്നു. നിമിഷങ്ങൾക്കു ശേഷം കതക് തുറക്കപ്പെട്ടു. അതൊരു സ്ത്രീയായിരുന്നു. ഞാൻ ദേവെ, മിസ്റ്റർ ദേവെ പറഞ്ഞു. മിസ് ആലീസ്? ഓ യെസ്, വരൂ മിസ്റ്റർ ദേവ. ആലീസ് താങ്കൾ വരുന്ന വിവരം പറഞ്ഞിരുന്നു. ഒരു വലിയ ഹാളിലേക്കായിരുന്നു അയാൾ കടന്നു ചെന്നത്. തറയിൽ ഇളം മഞ്ഞ കലർന്ന തവിട്ടു നിറമുള്ള പരവതാനി വിരിച്ചിട്ടുണ്ടായിരുന്നു. ഇടനാഴിയിലെ അങ്ങേ അറ്റത്തെ ഒരു മുറിയിൽ നിന്നും ഉയർന്നുകൊണ്ടിരുന്ന ടെലിവിഷൻ മ്യൂസിക് അയാൾക്ക് കേൾക്കാമായിരുന്നു. കതകടച്ച് തിരിഞ്ഞു നിന്ന സ്ത്രീയെ ആകാംക്ഷയോടെ ദേവ നോക്കി. അവൾ അണിഞ്ഞിരുന്ന ഡ്രസ് വളരെയൊന്നും മൂടിയുണ്ടായിരുന്നില്ല. അവളുടെ നീണ്ട കാലുകൾ നഗ്നമായിരുന്നു. പഴകിയ ചുവന്ന നിറത്തുള്ള ചെരുപ്പായിരുന്നു അവളുടേത്. മുടി അഴിഞ്ഞുലർന്ന് തോളിൽ വീണിരുന്നു. തവിട്ട് നിറമുള്ള മുടിയാണെങ്കിലും ശ്രദ്ധയോടെ സംരക്ഷിച്ചിരുന്നെങ്കിൽ അത് ആകർഷകമായിരുന്നെന്ന് അയാൾക്ക് തോന്നി. തിളക്കമുള്ള കണ്ണുകളും നീണ്ട മൂക്കുമുള്ള അവൾ ഒരു സുന്ദരിയാണെന്ന് തോന്നിച്ചിരുന്നു. എന്റെ പേർ ലോറിങ്, അവൾ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഒത്ത വലിപ്പത്തിലുള്ള എളുത്ത പല്ലുകൾ പുറമെ കാണാമായിരുന്നു. ഈ ലോഡ്ജ് നടത്തുന്നത് ഞാനാണ്. താങ്കൾക്ക് ഇവിടെ താമസിക്കുന്നതിന് താല്പര്യമെങ്കിൽ സന്തോഷം. റവേ മന്ദഹസിച്ചു. എനിക്കിഷ്ടമാണ്. പക്ഷേ എത്ര നാൾ ഇവിടെ താമസിക്കേണ്ടി വരുമെന്ന് എനിക്ക് തീർത്തു പറയാനാവില്ല. മിസ്റ്റർ ലാംബ് സുഖപ്പെട്ടു വരുന്നതുവരെ ബാങ്കിൽ അദ്ദേഹത്തിന്റെ ചാർജ് എടുക്കാനാണ് ഞാൻ വന്നത്. അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണെന്ന് കേൾക്കുന്നു. അതെ. ചുമലിൽ വീണ് കിടന്നിരുന്ന മുടി 2 കൈകൾ കൊണ്ട് ഉയർത്തി പുറത്തേക്കിട്ടുകൊണ്ട് അവൾ പറഞ്ഞു. മിസ്സസ് ലാംബിന്റെ സ്ഥിതി ദുഃഖകരം തന്നെ. ഇപ്പോൾ ഞാൻ അവളെ കണ്ട് സംസാരിച്ചാണ് വരുന്നത്. വളരെ കഷ്ടം തോന്നി, ദവെ പറഞ്ഞു. താങ്കൾ വളരെ ക്ഷീണിച്ചിരിക്കും. വരൂ, ഞാൻ മുറികൾ കാണിച്ചു തരാം. അതിനുശേഷം താങ്കൾക്ക് ഇഷ്ടമുള്ള മുറി തിരഞ്ഞെടുക്കാം. അയാൾ അവളെ പിന്തുടർന്നു. അവൾക്ക് എത്ര പ്രായം കാണും? 35ഓ 36ഓ? അവൾ വിവാഹിതയാണെന്ന് വിരലിൽ അണിഞ്ഞിരിക്കുന്ന മോതിരത്തിൽ നിന്ന് അയാൾ ഊഹിച്ചു. മുകളിലെത്തിയ ശേഷം ഇരുപുറങ്ങളിലും അടഞ്ഞുകിടന്നിരുന്ന വാതിലുകളുള്ള ഇടനാഴിയിലേക്ക് അവൾ അയാളെ നയിച്ചു. ഇടനാഴിയുടെ അറ്റത്തെത്തി അവൾ അവിടുത്തെ മുറിയുടെ കതക് തുറന്ന് ലൈറ്റ് തെളിച്ചു. വളരെ മനോഹരമായ മുറി തന്നെ. അയാളൊന്ന് നിർത്തി. ഇതിനെന്ത് ചാർജ് തരണം? ബാങ്ക് മാനേജർമാരുടെ ശമ്പളം എത്ര ലഘുവാണെന്ന് ഞാൻ പറയാതെ തന്നെ ഭവതിക്ക് അറിയാമല്ലോ. പ്രാതലും രാത്രി ഭക്ഷണവും വാടകയും അടക്കം ആഴ്ചയിൽ $40 ചാർജ് വരും. ഇതിന് മുകളിലത്തെ നിലയിലെ മുറികൾ വലിപ്പത്തിൽ ചെറിയവയാണ്. പക്ഷേ ഇതിനേക്കാൾ ചാർജ് കുറവാണ്. എങ്കിൽ അതൊന്ന് കാണാമോ? ചാർജ് കുറവെന്ന് പറഞ്ഞാൽ എത്ര വരും? അവൾ അയാളെ ഒരു നിമിഷം നോക്കി. ഏതോ ഒരു വികാരം അവളിൽ ഇരച്ചു കയറുന്നത് അയാൾ മനസ്സിലാക്കി. അത് ഏത് തരത്തിലുള്ള വികാരമാണെന്ന് പറയാൻ പ്രയാസമായിരുന്നു. 30. എന്നാൽ കുറെ നാളത്തേക്ക് താങ്കൾ ഇവിടെ തങ്ങുമെന്നാണെങ്കിൽ അല്പം കുറച്ചു തരാൻ ശ്രമിക്കാം. മുറി ഒന്ന് കാണാമോ? ആ മുറികൾ ചെറുതായിരുന്നെങ്കിലും താഴെ കണ്ട മുറിയിലെ എല്ലാ സൗകര്യങ്ങളും അവയിലുണ്ടായിരുന്നു. ഒരു ഡബിൾ മെത്തയുമുണ്ട്. അതിന്റെ വലതുവശം ഒരു കതക് കണ്ടു. മെത്തയ്ക്ക് അഭിമുഖമായി ഉണ്ടായിരുന്ന ജനാല കർട്ടൻ കൊണ്ട് മറച്ചിരുന്നു. മെത്തയ്ക്ക് സമീപം കണ്ട കതകിലേക്ക് അയാൾ തന്റെ തടിച്ച വിരലുകൾ ചൂണ്ടി ചോദിച്ചു. ആ കതക് ബാത്റൂമിലേക്കുള്ളതാണോ? അല്ല. ബാത്റൂം നാം ഇപ്പോൾ കടന്നു വന്ന ഇടനാഴിയിൽ 2ാമത് കാണുന്ന മുറിയാണ്. ഈ കതക് തുറക്കാറില്ല. ഇത്തവണ അവൾ അയാളെ അർത്ഥം വെച്ച് നോക്കുന്നത് ദവെ മനസ്സിലാക്കി. ആ കതകിനപ്പുറത്താണ് എൻ്റെ മുറി. വാസ്തവത്തിൽ ഈ മുറിയും ഞാനാണ് ഉപയോഗിക്കുക പതിവ്. പക്ഷെ വല്ലവരും ആവശ്യക്കാരുണ്ടാകുമ്പോൾ ഞാനിത് വിട്ടുകൊടുക്കാൻ മടിക്കാറില്ലെന്ന് മാത്രം. അത് കേട്ടപ്പോൾ തന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് അല്പം വേഗതയിലാകുന്നത് അയാൾ മനസ്സിലാക്കി. ഭവതിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ മുറി ഞാൻ ഉപയോഗിച്ചു കൊള്ളാം. അവൾ മന്ദഹസിച്ചു. എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. അവൾ വാച്ചിൽ നോക്കി. ഡിന്നറിനുള്ള സമയമായി.
ഞാൻ പോകുന്നു. വേലക്കാരിയോട് പറഞ്ഞ് ഞാൻ താങ്കളുടെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്യാം. സാരമില്ല, എനിക്കൊരു സൂട്ട് കേസ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ തന്നെ എടുത്തു കൊണ്ടുവന്നോളാം. എന്റെ കാർ എവിടെ പാർക്ക് ചെയ്യണം? ഇതിന്റെ പിന്നിൽ ഒരു ഗ്യാരേജ് ഉണ്ട്, അവിടെ പാർക്ക് ചെയ്യാം. 8 മണിക്കാണ് ഡിന്നർ. അതിനു മുമ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. ഒരു തവണ കൂടി മന്ദഹസിച്ച ശേഷം അവൾ മുറി വിട്ടിറങ്ങി. അവൾ പോയി കഴിഞ്ഞ ശേഷം ദവെ മെത്തയ്ക്ക് സമീപമുള്ള കതകിനടുത്ത് ചെന്ന് അതിന്റെ പിടി തിരിച്ചു നോക്കി. അത് പൂട്ടിയിരുന്നു. തടിച്ച വിരലുകൾ കൊണ്ട് താടി തടവി നിമിഷങ്ങളോളം ആ കതകിൽ തന്നെ തുറച്ചു നോക്കിയ ശേഷം അയാൾ സൂട്ട് കേസ് കൊണ്ടുവരാൻ താഴേക്ക് ചെന്നു. മിസ് ആലീസിനെ കൂടാതെ ആ ലോഡ്ജിൽ വേറെ 2 പേർ മാത്രമേ താമസമുണ്ടായിരുന്നുള്ളൂ. മിസ് പിയേഴ്സണും മേജർ ഹാർഡിയും. മിസ് പിയേഴ്സൺ നഗരത്തിലെ വെൽഫെയർ ക്ലിനിക്കിന്റെ ഇൻചാർജും മേജർ ഹാർഡി ഡൗൺ സൈഡ് ലോഫ് ക്ലബിന്റെ സെക്രട്ടറിയുമായിരുന്നു. താഴെ ഡിന്നറിന് പോയപ്പോൾ ദവെ അവരെ സന്ധിച്ചു. ആസന്ന നിലയിൽ കിടക്കുന്ന ജോയി ലാമ്പിനെ കുറിച്ച് അവരേറെ നേരം സംസാരിച്ചു. ഓഫീസ് തറയിൽ ബോധം കെട്ടു വീണ ആ മനുഷ്യനെ കുറിച്ച് ആലീസ് വിവരിക്കുന്നത് ദവെ ശ്രദ്ധാപൂർവം കേട്ടു. മേശപ്പുറത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ നിരന്നപ്പോൾ അവരെല്ലാം സംഭാഷണം നിർത്തി. ലോറിങ് അവരോടൊപ്പം ഭക്ഷണത്തിരുന്നു കാണാത്തതിൽ മിസ്റ്റർ ദവയ്ക്ക് കുണ്ഠിതം തോന്നി. അയാളുടെ പെരുമാറ്റ രീതി കണ്ടിട്ടാണെന്ന് തോന്നുന്നു. മറ്റു 2 പേരും ദവയുടെ ഓരോ വാക്കിനും വില കൽപ്പിക്കുന്നു എന്ന മട്ടിൽ അയാളെ തന്നെ നോക്കി. ആലീസിന് അതല്പം ആശ്വാസം നൽകിയതായി തോന്നി. വർത്തമാനത്തിനിടയിൽ അവളെയും സംഭാഷണത്തിൽ പങ്കുകൊള്ളിക്കാൻ ദവെ ശ്രദ്ധിച്ചിരുന്നു. ഭക്ഷണാനന്തരം ആലീസ് തന്റെ മുറിയിലേക്ക് തിരിച്ചു. മിസ് പിയേഴ്സൺ ടെലിവിഷൻ പ്രോഗ്രാം കാണാൻ അവരുടെ മുറിയിലേക്ക് ചെന്നു. ദവയും മേജർ ഹാർഡിയും അവിടെ തന്നെ ഇരുന്നു. മേജർ ഹാർഡി ദവയെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അയാളുടെ യുദ്ധപരിചയത്തെപ്പറ്റി, ഗോൾഫ് കളിയെപ്പറ്റി, ബാങ്ക് ജോലിയെപ്പറ്റി, അങ്ങനെ എല്ലാം. ഇനി തന്റെ സംശയങ്ങൾ തീർക്കേണ്ട സമയമാണെന്ന് കരുതിയ ദവെ പറഞ്ഞു. ഞാനിവിടെ എത്തിയതേ ഉള്ളൂ. ഇവിടം എനിക്ക് കാണിച്ചു തന്നത് മിസ് ആലീസ് ആയിരുന്നു. വശ്യമായ രീതിയിൽ അയാൾ ഒന്നും മന്ദഹസിച്ചു. ഈ മിസ്സിസ് ലോറിങ് ആരാണ്? അവരുടെ ഭർത്താവ് എവിടെ? അതിനും മറുപടി പറയാൻ മേജർ ഹാർഡി തയ്യാറായി. മിസ്സസ് ലോറിങ് ഒരു അസാധാരണ സ്ത്രീയാണ്, അദ്ദേഹം പറഞ്ഞു. അവരെപ്പോലെ പാചകവിധി അറിയാവുന്ന ഒരാൾ ഈ നഗരത്തിലില്ല. കഴിഞ്ഞ 10 വർഷങ്ങളായി എനിക്ക് അവരെ അറിയാം. അവരുടെ ഭർത്താവ് ഈ നഗരത്തിലെ ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നു. പേര് ജാക്ക് ലോറിങ്. അവരുടെ വിവാഹ ജീവിതം അത്ര മെച്ചപ്പെട്ടതൊന്നും ആയിരുന്നില്ല. മേജർ ഹാർഡി തൂവാലയെടുത്ത് മുഖമൊപ്പി. അവരുടെ വിവാഹ ജീവിതം എങ്ങനെയുള്ളതായിരുന്നാലും അവർക്കൊരു പെൺകുഞ്ഞുണ്ടായി. പിന്നീട് ഒരു കാർ അപകടത്തിൽ മിസ്റ്റർ ലോറിങ് മരിച്ചുപോയി. മിസ്സസ് ലോറിങ് നിർധനയായിരുന്നെങ്കിലും സ്വരൂപിച്ചു വെച്ച പണം കൊണ്ട് ഈ ലോഡ്ജ് വിലക്കെടുത്തു. മകളെ പഠിപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും അവൾ അവളുടെ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടിയെന്ന് പറഞ്ഞുകൂടാ. മകൾ അവളുടെ കൂടെ താമസമുണ്ടോ? തീർച്ചയായും. അവൾ കാണാൻ സുന്ദരിയാണെന്ന് മാത്രമല്ല, നല്ലവണ്ണം ജോലി എടുക്കുകയും ചെയ്യും. ഡൗൺ സൈഡിൽ ഒരു മൂവി ഹൗസിലാണ് അവൾക്ക് ജോലി. രാത്രി വളരെ വൈകുന്നതുവരെ അവൾക്ക് അവിടെ ജോലിയുണ്ട്. മേജർ ഒന്ന് ചിരിച്ചു. ഏതാണ്ട് 10:30 വരെ സംസാരിച്ചിരുന്ന ശേഷം ദവെ വിട ചോദിച്ചു. മുറിയിലേക്ക് മടങ്ങി. ഒരു സിഗരറ്റ് കത്തിച്ച ശേഷം മെത്തയിൽ മലർന്നു കിടന്നു. അയാൾക്ക് വായനാശീലമില്ലായിരുന്നു. വല്ലപ്പോഴും ഏതെങ്കിലും മാസിക കയ്യിൽ കിട്ടിയാൽ വെറുതെ ഒന്ന് മറിച്ചു നോക്കുക മാത്രം ചെയ്യും. സ്വയം സംസാരിക്കുന്ന ഒരു ശീലം അയാൾക്കുണ്ട്. ഡബിൾ മെത്തയിൽ എരിയുന്ന സിഗരറ്റ് വിരലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് അയാൾ ശബ്ദമുണ്ടാക്കാതെ സ്വയം ചിരിക്കാൻ തുടങ്ങി. ഇവിടുത്തെ ചുറ്റുപാടുകൾ കാണുമ്പോൾ ഈ ഒരു കൊല്ലവും വെറും സമയം പാഴാക്കലാണെന്ന് തോന്നുന്നു. എനിക്ക് 38 വയസ്സായി. ഏതാണ്ട് $500 മാത്രം കയ്യിലുണ്ട്. പണത്തിന്റെ ആവശ്യം എനിക്ക് വളരെ കൂടുതലാണ്. വല്ലതും ഉടനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അത് സാധിച്ചെന്ന് വരില്ല. വെറും ഒരു ബാങ്കർ എന്നതിൽ കവിഞ്ഞ് എന്നെക്കൊണ്ട് മറ്റു പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അത് പാടില്ല. മറ്റു വല്ല രീതിയിൽ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങണം. എങ്ങനെ? നല്ല ഒരു തുകയുടെ മീത് കൈവയ്ക്കാൻ ശ്രമിച്ചാൽ. കയ്യിൽ പണമില്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പോലെ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ഒക്കുകയില്ല. കഴിഞ്ഞ 17 വർഷങ്ങളായി അത്തരം ഒരു സന്ദർഭത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഇതാ ഇപ്പോൾ അതിനൊരു അവസരം കൈവന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇനിയും അടിച്ചു നിന്നാൽ കാര്യം നടക്കില്ല. അടുത്ത മുറിയിൽ നിന്നുണ്ടായ ചില ചലനങ്ങൾ അയാളുടെ ചിന്തയിൽ നിന്ന് ഉണർത്തി. അതെന്തെന്ന് ശ്രദ്ധിക്കാൻ അയാൾ ശിരസുയർത്തി. ക്ലോസറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടതിൽ നിന്നും വസ്ത്രം മാറി മിസ്സസ് ലോറിങ് ഉറങ്ങാനുള്ള ഒരുക്കം കൂട്ടുകയാണ് എന്ന് ഊഹിച്ചു. ചില നിമിഷങ്ങൾക്കു ശേഷം കുളിമുറിയിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. അയാൾ മറ്റൊരു സിഗരറ്റ് കത്തിച്ചു. അവൾ കുളിമുറിയിലേക്ക് ചെല്ലുന്ന ശബ്ദം അയാൾ കേട്ടു.
അയാൾ എഴുന്നേറ്റ് മുറിയുടെ കതക് ശബ്ദമുണ്ടാക്കാതെ തുറന്ന് ഇടനാഴിയിലേക്ക് നോക്കി. ആ സമയം കുളിമുറി അടയുന്നത് അയാൾ കണ്ടു. ശബ്ദമുണ്ടാക്കാതെ അടുത്ത മുറിയുടെ കതകിനടുത്തേക്ക് നടന്ന് അതിനേക്കകത്തയാൾ പാളി നോക്കി. അതൊരു മനോഹരമായ മുറിയായിരുന്നു. അതിനകത്തൊരു ഡബിൾ മെത്തയുണ്ടായിരുന്നു. 2 കസേരകളും ഒരു എഴുത്തുമേശയും ഒരു ടെലിവിഷൻ സെറ്റും അതാതിന്റെ സ്ഥാനത്ത് ഭംഗിയായി വച്ചിരിക്കുന്നു. അയാൾ തന്റെ മുറിയിലേക്ക് മടങ്ങി കതകടച്ചു. എതിരുള്ള ചുമരിൽ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടയാൾ മെത്തയിൽ കിടന്നു. അതിനുശേഷം വീണ്ടും എഴുന്നേറ്റിരുന്ന് കാതോർത്തു. ഏതാണ്ട് 20 നിമിഷങ്ങൾക്ക് ശേഷം ലോറിങ് തിരിച്ചു വന്ന് അവളുടെ മുറിയിൽ കയറി കതകടയ്ക്കുന്നത് അയാൾ കേട്ടു. അവൾ ഉറങ്ങാൻ മെത്തയിൽ കയറി കിടക്കുന്ന രംഗം അയാൾ മനസ്സിൽ സങ്കല്പിച്ചു നോക്കി. സ്വിച്ചിന്റെ ശബ്ദത്തിൽ നിന്നും അവൾ ലൈറ്റ് അണച്ച് കഴിഞ്ഞെന്ന് അയാൾ മനസ്സിലാക്കി. അവളോട് അയാൾക്ക് എന്തോ താല്പര്യം തോന്നി. മടുപ്പ് പിടിപ്പിക്കുന്ന ജോലിയിൽ നിന്നും നഗരത്തിൽ നിന്നും അവൾ അല്പം ആശ്വാസം പകരുമെന്ന അനുഭൂതി അയാൾക്കുണ്ടായിരുന്നു. തന്റെ ലൈംഗികാസക്തിക്ക് അവളെ പ്രേരിപ്പിച്ചാൽ ഒരുപക്ഷെ കീഴടങ്ങുമെന്ന് അയാൾ വിശ്വസിച്ചു. പക്ഷേ അതിലത്ര ഉറച്ചു വിശ്വസിക്കാൻ അയാൾ തയ്യാറായില്ല. ആ കണ്ണുകൾ അത്തരം ഏതെങ്കിലും പ്രേരണ നൽകുന്നതിൽ നിന്നും അയാളെ വിലക്കിയിരുന്നു. സിഗരറ്റ് കുത്തിക്കിടത്തി അയാൾ ലൈറ്റ് അണച്ച് ഉറങ്ങാൻ കിടന്നു. ഇരുട്ടിൽ കണ്ണടച്ചു കിടക്കെ അയാളുടെ മനസ്സിൽ പരാജയത്തിന്റെ ഭയവും പണത്തിന്റെ തിടുക്കവും നിറഞ്ഞു നിന്നു. നിന്റെ ഈ ധാരണകളൊക്കെ തെറ്റാണ്. ഒരിക്കലും നീ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനീ പാഴ്ചിന്തകൾ? മനസാക്ഷി മന്ത്രിച്ചു. അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്നു. അടുത്ത 4 ദിവസങ്ങൾ പതിവ് പോലെ തന്നെ നീങ്ങി. മടുപ്പ് പിടിപ്പിക്കുന്ന നാളുകൾ. കാലത്ത് മിസ് ആലീസിനോടൊപ്പവും മിസ് പിയേഴ്സിനോടൊപ്പവും മേജർ ഹാർഡിയോടൊപ്പവും അയാൾ പ്രാതൽ കഴിക്കാനിരിക്കും. അത് കഴിഞ്ഞ് ആലീസിനെയും കൂട്ടി ബാങ്കിലേക്ക് തിരിക്കും. അയാളോടൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നതിൽ അവൾക്ക് ആനന്ദമായിരുന്നു. ബാങ്കിൽ വളരെയൊന്നും ബിസിനസ്സും നടന്നിരുന്നില്ല. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം അയാളുടെ മനസ്സ് പണം നേടേണ്ടതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. അതിനുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കും. 4 മണിക്ക് ബാങ്ക് അടയ്ക്കും. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ ദവയും ആലീസും ചേർന്ന് അടച്ചിട്ട ബാങ്കിനകത്ത് ചെയ്തു തീർക്കേണ്ട ജോലികൾ നിർവഹിക്കും. അതിനുശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങും. അവിടെ താമസിക്കുന്ന 3 പേരോടൊപ്പം രാത്രി ഭക്ഷണം കഴിക്കും. 1 മണിക്കൂർ ടെലിവിഷൻ പ്രോഗ്രാം കാണും. അതിനുശേഷം മുറിയിൽ ചെന്ന് മേൽഭിത്തിയിൽ കണ്ണും നട്ട് ഓരോന്നോർത്ത് ഉറക്കം വരാതെ കിടക്കും. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ആലീസിനെ കുറിച്ച് അയാൾ കുറേയേറെ മനസ്സിലാക്കി. നല്ലവണ്ണം ജോലി ചെയ്യും. പെട്ടെന്ന് ഇണങ്ങിച്ചേരും. പതിവ് ജോലികൾ അധികവും അയാൾ അവളെ ഏൽപ്പിച്ചു. ലൈംഗികാസക്തി തീരെ ഇല്ലാത്തവളാണെന്ന് അറിഞ്ഞ് അയാൾ ആശ്വാസം കൊണ്ടു. ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുമായും അത്തരം ഒരു ബന്ധം സ്ഥാപിച്ചു പോകരുതെന്ന് ദവയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ലോറിങ്ങിനെക്കുറിച്ചും കുറേയേറെ മനസ്സിലാക്കാനുള്ള അവസരം അയാൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും അവൾ ഉറങ്ങാൻ ചെല്ലുന്ന രംഗം അയാൾ മനസ്സിൽ കാണും. അവളുടെ മുറിയിലേക്കുള്ള പതിവായി ഉപയോഗിക്കാറില്ലാത്ത കതകിലേക്ക് വല്ല വിധേനയും അത് തുറക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന ആശയത്തോടെ ഏറെ നേരം നോക്കിയിരിക്കുക അവളുടെ പതിവായി തീർന്നിരുന്നു. ഓരോ തവണ സംസാരിക്കുമ്പോഴും ഏതോ ഒരു അജ്ഞാത ശക്തി അയാളെ അവളിലേക്ക് അടുപ്പിച്ചിരുന്നു. എന്നാൽ ആ അടുപ്പത്തെപ്പറ്റി ഒരിക്കലും അയാൾ അവളോട് സൂചിപ്പിച്ചിരുന്നില്ല. ബുധനാഴ്ച വൈകുന്നേരം അയാൾ ജോലി പൂർത്തിയാക്കുന്നതിൽ ധൃതി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കടലാസുകൾ മേശപ്പുറത്ത് ചിതറിക്കിടന്നിരുന്നു. ആ സമയം കതകിൽ തട്ടി ആലീസ് അങ്ങോട്ട് വന്നു. അയാൾ തന്റെ വശ്യസുന്ദരമായ മന്ദഹാസത്തോടെ അവളെ നോക്കി. നാളത്തെ കാര്യം പറയാനാണ് ഞാനിങ്ങോട്ട് വന്നത്, ഒന്ന് മടിച്ചുകൊണ്ട് അവൾ അറിയിച്ചു. അവൾ കതകിനടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. എന്താ, വല്ല വിശേഷവുമുണ്ടോ? വരൂ, ഇവിടെ ഇരിക്കൂ. കസേരയുടെ കൈ തിരിപിടിച്ചുകൊണ്ട് അവൾ അയാളെ നോക്കി. ഇവിടുത്തെ 4 ഫാക്ടറിയിലെ ജീവനക്കാർക്കുള്ള ശമ്പളം ഇവിടെ എത്തുന്നത് നാളെയാണ്. ഫാക്ടറികളിലെയോ? അത് ഇവിടെ എന്തിനു വെക്കണം? വൈകുന്നേരം 6 മണിക്ക് സായുധരായ ഗാർഡുകളുടെ അകമ്പടിയോടെ ആ വാഹനം ഇവിടെ എത്തും, ആലീസ് വിശദീകരിച്ചു. ആ പണം വോൾട്ടറിൽ നിക്ഷേപിക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ ഷെറീഫ് തോംസണും ട്രാവേഴ്സും വരും. അടുത്ത ദിവസം കാലത്ത് 9 മണിക്ക് 4 ഫാക്ടറികളിലെയും അക്കൗണ്ടുമാർ അവരവരുടെ വിഹിതം കൈപ്പറ്റാൻ ഇവിടെ വരും. ദേവേ അവളെ നോക്കി ഏതോ ചിന്തയിലെന്നോണം താടിയിൽ പതുക്കെ തലോടി. മൊത്തം എത്ര തുകയാണ് അതിലുണ്ടാവുക? $300,000, ആലീസ് ശാന്തമായി പറഞ്ഞു. പെട്ടെന്ന് തണുത്ത രക്തം തന്റെ നട്ടെല്ലിൽ കൂടി അരിച്ചു കയറുന്നതായി ദവയ്ക്ക് തോന്നി. അയാൾ മുൻപോട്ട് കുനിഞ്ഞ് അവളെ തന്നെ നോക്കി. ആ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു.
എത്ര? അയാളുടെ മുഖത്തെ പ്രതികരണം കണ്ട് അവൾ പരുങ്ങി. $300,000. അവൾ അത് തന്നെ ആവർത്തിച്ചു. ദവേ തൻ്റെ കസേരയിൽ ചാഞ്ഞിരുന്നു. 300,000? അതൊരു വലിയ തുകയാണല്ലോ. അതിവിടെ എത്ര ദിവസമാണ് സൂക്ഷിക്കേണ്ടത്? വാഹനം വരുന്നത് ബ്രോക്ലിയിൽ നിന്നാണ്. ശമ്പളം കൊടുക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് പണം അവിടെ നിന്ന് അയക്കുന്നതെങ്കിൽ സമയത്തിന് മുമ്പേ അതിവിടെ എത്തിച്ചേരുകയില്ല. ശമ്പളം എപ്പോഴും കാലത്ത് 9 മണിക്ക് അവർക്ക് കൊടുത്തു തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ആ തുകയുടെ കാര്യത്തിൽ അതിവിടെ ഒരു രാത്രി സൂക്ഷിക്കുന്നു എന്നതൊഴിച്ച് നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. കാലത്ത് അതാത് ഫാക്ടറിയിലെ അക്കൗണ്ടുമാർ വന്ന് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ചുമതല അവർക്കാണ്. ദവേ കത്തി അടങ്ങാറായ തൻ്റെ സിഗരറ്റിലേക്ക് തന്നെ നോക്കിയിരുന്നു. അയാളുടെ മനസ്സ് തിരക്കു പിടിച്ച ചിന്തകളിലേക്ക് ഊളിയിട്ടിറങ്ങി. $300,000. ആ പണത്തിൽ കൈവയ്ക്കാൻ നിസ്സാരമായ ചില മുൻകരുതലുകൾ മാത്രം ഉണ്ടായാൽ മതിയാകും. ഈ രീതി എത്ര കാലമായി തുടങ്ങിയിട്ട്? 5 വർഷങ്ങൾ കഴിഞ്ഞു. ഓഹോ, അങ്ങനെയോ? പക്ഷേ 100% അതിവിടെ സുരക്ഷിതമാണെന്ന അഭിപ്രായം എന്തുകൊണ്ടോ എനിക്കില്ല. നല്ല പരിചയം സിദ്ധിച്ച ഒരു കൊള്ളക്കാരന് വേണമെങ്കിൽ തട്ടിക്കൊണ്ടുപോകാൻ വളരെയൊന്നും പ്രയാസം നേരിടുകയില്ല. നമ്മുടെ ഇവിടുത്തെ സംരക്ഷണ രീതികളിൽ അത്രയേറെ അത്ഭുതകരമാണെന്ന് അവകാശപ്പെടത്തക്കതായി എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞുകൂടാ. പണം ഇവിടെ തികച്ചും സുരക്ഷിതമാണ്, ആലിസ് ഗൗരവത്തോടെ പറഞ്ഞു. വോൾട്ടിന്റെ ഒരു താക്കോൽ താങ്കളുടെ വശവും മറ്റേത് എൻ്റെ വശവുമാണുള്ളത്. പ്രസ്തുത വോൾട്ട് സംരക്ഷിക്കേണ്ടതിലേക്ക് ഇതിനു പുറമെ മറ്റൊരു ഉപായം കൂടി സ്വീകരിച്ചിട്ടുണ്ട്. അതുമൂലം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വോൾട്ടിൽ നിന്ന് പണം എടുക്കാമെന്ന് കരുതുന്നത് വെറുതെയാണ്. അങ്ങനെയോ? എന്താണത്? ഉത്കണ്ഠയോടെ ദവൈ ചോദിച്ചു. 4 ഫാക്ടറികളിൽ ഒന്നെടുത്ത ഉപായമാണത്. ഇലക്ട്രോണിക് കണ്ണ് എന്ന് വേണമെങ്കിൽ അതിന് പേര് കൊടുക്കാം. അത് ഓൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഷെറീഫിൻ്റെയോ അഥവാ ഫെഡറൽ ബ്യൂറോയുടെയോ ഓഫീസുമായോ ബന്ധപ്പെടുത്തി വെച്ചിരിക്കുന്ന അലാറം ഓഫ് ചെയ്യാതെ അതിനകത്തേക്ക് ആർക്കും കടക്കാൻ അസാധ്യമാണ്. അതേതായാലും നല്ലതു തന്നെ. അപ്പോൾ നമുക്കതിൽ വളരെയൊന്നും ശ്രദ്ധ ചെലുത്തേണ്ടതില്ല എന്നർത്ഥം. ഇല്ല, നാം വോൾട്ട് വാടകയ്ക്ക് കൊടുക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനു വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് വളരെ വൈകുന്നത് വരെ ഇവിടെ കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. അതെ, ഇന്ന് എനിക്ക് കുറച്ച് കൂടുതൽ സമയം ഇവിടെ നിന്ന് ജോലി ചെയ്യേണ്ടതുണ്ട്. നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞോ? ഉവ്വ്. എങ്കിൽ നിനക്ക് പോകാം. ഞാൻ പൂട്ടി വന്നുകൊള്ളാം. ഞാൻ സഹായത്തിനിരിക്കാം. അയാൾ അവളെ തൻ്റെ വശ്യമായ മന്ദഹാസത്തോട് നോക്കി. നന്ദി, വേണ്ട. മിസ്റ്റർ ലാംബിനെ കുറിച്ചുള്ള റിപ്പോർട്ട് എനിക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ഭക്ഷണ സമയമാവുമ്പോഴേക്കും ഞാൻ തിരിച്ചെത്തിക്കൊള്ളാം. അവളൊന്ന് മന്ദഹസിച്ച ശേഷം ഓഫീസിന് പുറത്തു കടന്ന് ചില നിമിഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. ഇത്തവണ ഹാറ്റും കോട്ടും അവൾ ധരിച്ചിരുന്നു. ഞാൻ ഇവിടമൊക്കെ അടച്ചേച്ച് പോകാം. ദവേ അവളെ നോക്കി. ആ ഡ്രസ്സിൽ അവളെ കാണാൻ എന്തോ അപാകത തോന്നിയിരുന്നു. തീരെ ആകർഷകമല്ലാത്ത വേഷം, അയാൾ ഓർത്തു. അവളോടൊപ്പം അയാളും പുറത്തേക്ക് ചെന്നു. ബസ് സ്റ്റോപ്പ് വരെ അവൾ നടന്നു ചെല്ലുന്നത് അയാൾ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് കതകടച്ച് തന്റെ സ്ഥാനത്തേക്ക് മടങ്ങവെയായിരുന്നു എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന ഷെറീഫിന്റെ ഓഫീസിനെ കുറിച്ച് അയാൾ ഓർമ്മിച്ചത്. അവിടുത്തെ പാതി മാത്രം തുറന്ന ജനാലയിൽ കൂടി തൂങ്ങിക്കിടക്കുന്ന ഷെറീഫിന്റെ ഹാറ്റ് അയാൾക്ക് കാണാം. അത് അയാളെ ഏതോ കാരണവശാൽ നടുക്കം കൊള്ളിച്ചു. ഒരു നീണ്ട നിമിഷം അതിൽ തന്നെ നോക്കിയ ശേഷം അയാൾ കതക് അകത്തുനിന്ന് പൂട്ടി. കതകിന്റെ പിടിയിൽ കൈകൾ വെച്ച് അയാൾ എന്തോ ഓർത്ത ശേഷം അത് തുറന്ന് വോൾട്ടിലേക്ക് ചെല്ലാനുള്ള പടികളിൽ 10 എണ്ണം ചവിട്ടിയിറങ്ങി. ഇപ്പോൾ വോൾട്ടിന്റെ 2 പൂട്ടുകൾ ഇട്ട് ബന്ധിച്ചിരിക്കുന്ന കതകിന്റെ മുമ്പിൽ അയാൾ എത്തി. അവിടെങ്ങും ആലീസ് പറഞ്ഞ ഇലക്ട്രോണിക് കണ്ണ് അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ കതകിലേക്ക് തന്നെ നോക്കിയ ശേഷം ഒരു നെടുവീർപ്പ് കൊണ്ട് അയാൾ പിന്നോക്കം തന്നെ തിരിഞ്ഞു നടന്ന് പുറത്തെത്തി കതക് പൂട്ടി ഓഫീസിലേക്ക് മടങ്ങി. മേശപ്പുറത്ത് ഇരുന്നു കൊണ്ട് അയാൾ പാതി എഴുതിയ റിപ്പോർട്ടിലേക്ക് അന്ധനെ പോലെ നോക്കിയിരുന്നു. $300,000. കഴിഞ്ഞ 17 വർഷങ്ങൾ കാത്തിരുന്ന അപൂർവമായ ആ അവസരം ഒരുപക്ഷെ ഇതായിരിക്കുമോ? അതിൽ കൈവയ്ക്കാൻ തീർച്ചയായും പ്രയാസമുണ്ട്. പക്ഷേ പ്രയാസം നേരിടുന്നത് എവിടെയാണ്? ഞാനിവിടെ വന്ന് 6 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, ദവേ സ്വയം പറഞ്ഞു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ധൃതി വയ്ക്കുന്നത് ശരിയല്ല. അതിനിനിയും ധാരാളം സമയമുണ്ട്. ആദ്യം പണം കൊടുക്കുന്നത് എങ്ങനെയെന്നും ഇലക്ട്രോണിക് കണ്ണിന്റെ പ്രവർത്തനം എങ്ങനെയെന്നും നോക്കി പഠിക്കണം. പണത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇക്കൂട്ടരെടുത്തിട്ടുള്ള നടപടിക്രമങ്ങളിൽ
എന്തെങ്കിലും പിഴ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണം. ആ പണം മോഷ്ടിക്കുന്നതിന് മുമ്പ് തന്റെ സുരക്ഷിതത്വത്തിന് ഒരു വിധത്തിലും കോട്ടം തട്ടാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മിക്കവാറും ബാങ്ക് കവർച്ചകൾ പരാജയമടയുന്നത് മുൻകരുതലുകൾ വേണ്ടതുപോലെ നിർവഹിക്കാത്തതുകൊണ്ടാണ്. മോഷണക്കാരനാണെന്ന് ഫെഡറൽ ഏജന്റുമാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാവി ജീവിതമെന്നൊന്നില്ലെന്നത് നിശ്ചയമാണ്. പണം കയ്യിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും സംഭവത്തിന്റെ ചൂടാറുന്നതുവരെ അതിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും ചിലവഴിക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കണം. അതിനുള്ള ക്ഷമയുണ്ടാകുമെങ്കിൽ 99% വിജയം സുനിശ്ചിതമാണ്. $300,000 കാര്യമാണിത്. അപ്പോൾ അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. ആ ചിന്തകൾ നിർബന്ധപൂർവം ഒതുക്കി നിർത്തി അയാൾ മിസ്റ്റർ ലാംബിനെ കുറിച്ച് എഴുതി തുടങ്ങിയിരുന്ന റിപ്പോർട്ട് പൂർത്തിയാക്കി. അതിനുശേഷം ലൈറ്റ് അണച്ച് ബാങ്ക് പൂട്ടി പുറപ്പെട്ടു. കാർ അയാൾ താമസിക്കുന്ന ലോഡ്ജിന്റെ പിറകിലേക്ക് എടുത്തപ്പോൾ മിസ്സിസ് ലോറിംഗ് അവളുടെ കാറിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ഹലോ, അയാൾ അവളെ നോക്കി കൈ കാണിച്ചു. എവിടെ പോയിരുന്നു? ഒരു കുറിയ ലെതർ കോട്ടും കറുത്ത സ്ലാക്കുമായിരുന്നു അവളുടെ വേഷം. ഞാൻ സിനിമ കാണാൻ പോയി. ഇനി പെട്ടെന്ന് മുകളിലേക്ക് ചെല്ലണം. അടുക്കളയിൽ എന്നെ സഹായിക്കുന്ന വേലക്കാരി ഇന്ന് അവധിയാണ്. അയാൾ അവളുടെ അടുത്തെത്തി. തന്റെ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് പാക്കറ്റ് പുറത്തെടുത്ത് അതിൽ നിന്ന് ഒരെണ്ണം അവൾക്ക് നൽകി. മറ്റൊരെണ്ണം അയാളും എടുത്ത് കത്തിച്ചു. എനിക്ക് പാചകത്തെക്കുറിച്ച് അല്പസ്വല്പമൊക്കെ അറിയാം. മുറിയിലിരുന്ന് മടുത്തു. ഞാൻ വന്ന് വല്ലത് സഹായിക്കട്ടെ എന്ന് തന്റെ വശ്യമായ മന്ദഹാസത്തോടെ ചോദിച്ചു. തന്റെ ആ മന്ദഹാസം വിശ്വസിക്കാൻ പറ്റിയതാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണെന്ന് തോന്നുമാറ് അവൾ അയാളെ തന്നെ തുറച്ചു നോക്കി. ആ നോട്ടം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സാധാരണ ആരുടെയും സഹായം ഞാൻ നിരാകരിച്ചിട്ടില്ല. വന്നോളൂ, താങ്കൾക്ക് എന്നെ സഹായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ആകാം. അവരൊരുമിച്ച് അടുക്കളയിലേക്ക് ചെന്നു. ഇന്ന് സൂപ്പ്, വൃക്കകൾ വറുത്തത്, ആപ്പിൾ പൈ എന്നിവയാണ് തയ്യാറാക്കേണ്ടത്. അതിന് തക്കാളി മുറിച്ചു തരാമോ? അവൾ ചോദിച്ചു. സൂപ്പ് ഉണ്ടാക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. തെളിയിച്ചു തരട്ടെ? അതിന് ഇവിടെ എന്തൊക്കെയുണ്ട്? അവൾ ചെന്ന് ഫ്രിഡ്ജ് തുറന്നു. മാട്ടിറച്ചി എല്ലുകളും പച്ചക്കറികളും ക്രീമും മസാലയുമുണ്ട്. അതുകൂടാതെ മറ്റു വല്ലതും വേണോ? വേണ്ട, അത്രയും മതി. ശരി, എങ്കിൽ താങ്കൾ സൂപ്പ് ഉണ്ടാക്കി തുടങ്ങിക്കോളൂ. ഞാൻ ചെന്ന് ഡ്രസ്സ് മാറി വരാം. അവൾ തിരിച്ചെത്തുമ്പോഴേക്കും സൂപ്പ് ഉണ്ടാക്കേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കഴിഞ്ഞിരുന്നു. പാചകം ചെയ്യാൻ താങ്കൾ പഠിച്ചത് എവിടെ നിന്നായിരുന്നു? അയാൾക്ക് സമീപം നീങ്ങി നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. എൻ്റെ അമ്മയായിരുന്നു എന്നെ പഠിപ്പിച്ചത്. കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഉപയോഗപ്പെടുമെന്ന് കരുതി പഠിപ്പിച്ചതായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എൻ്റെ ഭാര്യയായി വന്നവൾക്ക് പാചകം ചെയ്യാൻ അറിയില്ലായിരുന്നു. അതിനാൽ എനിക്ക് തന്നെ അത് നിർവഹിക്കേണ്ടി വന്നു. മിസ്സിസ് ലോറിംഗ് മുഖമുയർത്തി അയാളെ നോക്കി. ഈ രീതി തുടർന്നു പോകാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അവൾ മാറിലേക്ക് വീണ മുടി കൈകൾ കൊണ്ട് പിന്നിലേക്ക് മാടി വെച്ചു. എന്നിട്ട്? ആകാംക്ഷയോടെന്നവണ്ണം അവൾ ചോദിച്ചു. എന്നിട്ടെന്താ? വിവാഹമോചനം നേടി പിരിയാമെന്ന് തീരുമാനിച്ചു ചെയ്തു. ഇക്കാര്യത്തിൽ ഞാൻ ഭാഗ്യശാലിയാണെന്ന് തോന്നുന്നു. എനിക്ക് വിവാഹമോചനം നേടേണ്ടി വന്നിട്ടില്ല. എൻ്റെ ഭർത്താവും മരിച്ചു. ആളുകൾ വിവാഹം കഴിക്കുക, അതിനുശേഷം പരസ്പരം സ്നേഹിക്കാതിരിക്കുക, ഇവയെല്ലാം ബുദ്ധിശൂന്യതയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ എന്തു പറയുന്നു? അതെ, ഭവതി പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ദവേ സൂപ്പിനുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടത്തി. ഇവിടെ ബ്രാൻഡി ഉണ്ടോ? അതൊഴിച്ച് സൂപ്പുണ്ടാക്കിയാൽ അതിൻ്റെ ഗുണം ഒന്ന് വേറെ തന്നെയായിരിക്കും. ഉവ്വ്, പക്ഷേ വളരെയൊന്നും ഗുണം കാണില്ല. സാരമില്ല. അവൾ ചെന്ന് അലമാറ തുറന്ന് ഒരു കുപ്പിയുമായി മടങ്ങിയെത്തി. അവരിപ്പോൾ തൊട്ടടുത്തായി നിലകൊണ്ടു. അവൾ അയാളുടെ വഴിയിൽ നിന്നും മാറാതെ നിന്നു. അയാൾ അതിൽ നിന്നും കാര്യം ഗ്രഹിച്ചെടുത്തു. അവളെ തന്നോട് അടുപ്പിച്ചു നിർത്തി. അവൾ എതിർത്തില്ല. നീണ്ട നേരം അവർ നിന്നു. ഒടുവിൽ അവൾ അയാളിൽ നിന്നും വേർപിരിഞ്ഞു. അവർ പരസ്പരം നോക്കി. ഭക്ഷണം പാകപ്പെടുത്തേണ്ട രീതി ഇങ്ങനെയല്ല, ആണോ? അവൾ ചോദിച്ചു. വയ്യെങ്കിൽ ഞാൻ തന്നെ അക്കാര്യം നിർവഹിച്ചോളാം. ദവേ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് തന്റെ ജോലിയിൽ വ്യാപൃതനായി. വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. തന്റെ വശ്യമായ മന്ദഹാസത്തോടെ അയാൾ പറഞ്ഞ് ബ്രാൻഡി കുപ്പി കയ്യിലെടുത്തു. നീ എത്ര സുന്ദരിയാണ്. അയാൾ അല്പം വെണ്ണയെടുത്ത് പാത്രത്തിലിട്ട് അത് അടുപ്പിൽ കയറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടും ഈ ദുഷിച്ച ചുറ്റുപാടുമായി നീ ഒതുങ്ങിക്കഴിയാൻ ആരംഭിക്കുന്നു. എന്തിന്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവൾ അടുക്കളമേശ ചാരി നിന്ന് മാറിനു മുകളിലൂടെ 2 കൈകളും മടക്കി കഴുത്തിലിട്ടു. ഞാനൊരു തെറ്റ് ചെയ്തു. ഈ വീട് വളരെ ലാഭത്തിന് കിട്ടാനുണ്ടായിരുന്നു.
എൻ്റെ വശമാണെങ്കിൽ പണമില്ലാത്തൊരവസ്ഥയും. അവൾ കഴുത്തൊന്ന് ചലിപ്പിച്ചു. പണം. ചെറുപ്പം തൊട്ട് തുടങ്ങിയതാണ് എനിക്ക് പണത്തിൻ്റെ ആവശ്യം. കഴിഞ്ഞ 20 വർഷങ്ങളായി ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആ പണം നേടാൻ വേണ്ട യഥാർത്ഥ പോംവഴി എന്താണെന്ന് ഓർത്ത് ഞാൻ കഴിയുന്നു. അയാൾ വൃക്കകൾ പാത്രത്തിലെ ഉരുക്കിയ വെണ്ണയിലിട്ട് ഒരു തവി കൊണ്ട് അതിളക്കി. ഇവിടെ നാം തുല്യരാണ്. പണത്തിൻ്റെ ആവശ്യം എനിക്കും കുറച്ചൊന്നുമല്ല, അയാൾ പറഞ്ഞു. പണച്ചാക്കുകൾ കൂട്ടിവെച്ച് അതെങ്ങനെ ചെലവഴിക്കണമെന്നറിയാതെ മിഴിച്ചു നിൽക്കുന്ന എത്രയോ ധനികർ നമ്മുടെ നാട്ടിലുണ്ട്. പണം ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ അത് നേടിക്കൊണ്ടിരിക്കുന്നവരും നമ്മുടെ നാട്ടിൽ കുറവല്ല. അതേപോലെ പണം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമായിരുന്നിട്ടും അത് നേടേണ്ടത് എങ്ങനെയെന്നറിയാത്ത നമ്മെപ്പോലുള്ള കൂട്ടരും ഇവിടെ ധാരാളമാണ്. അതേപോലെ പണം നേടാൻ ധാരാളം മാർഗങ്ങൾ ഉണ്ടായിട്ടും അതിനുവേണ്ടി ശ്രമിക്കാത്തവർ എത്രയോ പേരുണ്ട്. ശ്രമിക്കാൻ തയ്യാറായിട്ടും അതിനുള്ള മാർഗം തുറന്നു കിട്ടാതെ വിഷമിക്കുന്ന എന്നെ പോലുള്ളവരും ഒട്ടും കുറവല്ല, മിസ്സിസ് ലോറിംഗ് ശാന്തമായി പറഞ്ഞു. ദവേ പെട്ടെന്ന് അവളെ മുഖമുയർത്തി നോക്കി. അയാളുടെ നീല കണ്ണുകളിൽ അകാരണമായി ഏതോ താക്കീതിന്റെ നിഴലുകൾ പരന്നു. ശ്രമമോ? എങ്ങനെയുള്ള ശ്രമം? ഏതു വിധത്തിലുള്ള ശ്രമവും എന്ന് പറഞ്ഞവൾ മന്ദഹസിച്ചു. ഒരു ഉദാഹരണം പറയാം. താങ്കളുടെ സ്ഥാനത്ത് ബാങ്കിലെ മാനേജർ ഞാനാണെങ്കിൽ അവിടുത്തെ ഭീമമായ തുക കൈകാര്യം ചെയ്യേണ്ട ചുമതല എനിക്കായിരുന്നുവെങ്കിൽ നിശ്ചയമായും അത് സ്വന്തമാക്കിയാൽ എന്താണെന്നൊരു ആന്തരിക പ്രേരണ എന്നിലുണ്ടാകുമായിരുന്നു. അവ്യക്തമായ ഏതോ ഒരു വികാരം അയാളിൽ അരിച്ചു നടന്നു. ഒരു പഠനം നടത്തുന്ന രീതിയിൽ അയാൾ അവളെ നോക്കി. എങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കുമെന്ന് ഞാൻ പറയും. ബാങ്കിൽ നിന്നും പണമെടുക്കാൻ ബാങ്ക് നിങ്ങളെ അവിടുത്തെ ജോലിക്ക് നിയമിക്കുകയാണെങ്കിൽ എളുപ്പമാണ്. പക്ഷേ ആ പണവുമായി കടന്നു കളിക്കുക എന്നത് മറ്റൊരു കാര്യം. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അത് തീരെ സാധ്യമല്ല തന്നെ. അഥവാ പണം മോഷ്ടിച്ചാൽ തന്നെ നിങ്ങൾ പിടികൂടപ്പെടും. പിന്നെ ആ പണം കൊണ്ട് എന്താണ് പ്രയോജനം? സമ്മതിക്കുന്നു. പക്ഷേ അങ്ങനെ പിടികൂടപ്പെടാതിരിക്കാൻ മാത്രം നിങ്ങൾ സമർത്ഥനാണെങ്കിൽ, ആ രീതിയിൽ അതിനൊരു മാർഗം കണ്ടെത്താമെങ്കിൽ താങ്കളുടെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് ഞാൻ പറയും. അയാൾ അല്പം ബ്രാൻഡി പാത്രത്തിലേക്ക് ഒഴിച്ച് തീയെരിച്ചു. ഒന്ന് തീ ആളി കത്തിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അയാൾ അവളെ നോക്കി പറഞ്ഞു. ഇതാ എല്ലാം റെഡിയായിരിക്കുന്നു. സൂപ്പ് ഭൗതി തന്നെ വിളമ്പിക്കൊള്ളൂ. രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ മറ്റു 3 പേരും ടെലിവിഷൻ കാണാതിരിക്കെ മിസ്സിസ് ലോറിംഗ് പാത്രം കഴുകുകയായിരുന്നു. മിസ്റ്റർ ദവെ അവളെ സമീപിച്ചു. ഒരു തുണിയെടുത്ത് അവൾ കഴുകി വെച്ച പാത്രങ്ങൾ ഓരോന്ന് എടുത്ത് അയാൾ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. ഈ പാത്രങ്ങൾ കഴുകാൻ ഭൗതിക്ക് ഇവിടെ ഒരു ഡിഷ് വാഷർ ആവശ്യമുണ്ട്, ദവെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആവശ്യമുള്ളവ പലതുമുണ്ട്. എല്ലാറ്റിനും പണം വേണ്ടേ? ചില നിമിഷങ്ങളോളം അവർ നിശബ്ദരായി ജോലി ചെയ്തു. പിന്നീട് മൗനം ഭഞ്ജിച്ചത് മിസ്സിസ് ലോറിംഗ് ആയിരുന്നു. നിങ്ങളുടെ ബാങ്കിൽ സൂക്ഷിക്കുന്ന $300,000, എത്ര വലിയ തുകയാണത്? കയ്യിൽ പ്ലേറ്റും വച്ച് ദവേ അവളെ ഉറ്റുനോക്കി. അതേപ്പറ്റി നിനക്കെന്തറിയാം? പിറ്റ്സ്വില്ലെ നഗരത്തിലുള്ളവർക്ക് അതേപ്പറ്റി എന്തൊക്കെ അറിയാമോ അതൊക്കെ എനിക്കും അറിയാം. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം ആ തുക അവിടെ എത്തുന്നു. അത് അന്ന് അവിടെ സൂക്ഷിക്കുന്നു. അടുത്ത ദിവസം കാലത്ത് 4 കമ്പനിക്കാരും അവരധികാരപ്പെടുത്തിയ അക്കൗണ്ടുമാരെ പണം കൈപ്പറ്റാൻ നിയോഗിക്കുന്നു, മിസ്സിസ് ലോറിംഗ് പറഞ്ഞു. ഓരോ വ്യാഴാഴ്ചയും ബാങ്കിലെത്തുന്ന ആ പണം ഞാൻ സ്വപ്നം കാണാറുണ്ട്. അത്രയും തുക കിട്ടിക്കഴിഞ്ഞാൽ തുടർന്ന് ചെയ്യേണ്ടതിനെ പറ്റിയും ഞാൻ ഓർത്തു നോക്കിയിട്ടുണ്ട്. ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ അത്രയും വലിയ തുക വളരെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ പറയാതെ തന്നെ താങ്കൾക്കറിയാമല്ലോ. കുറഞ്ഞത് 15 വർഷങ്ങളോളം ഒരു തടവറയ്ക്കുള്ളിൽ കിടക്കേണ്ടി വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നും വല്ലപ്പോഴും ഓർത്തു നോക്കിയിട്ടുണ്ടോ? ദവേ ശാന്തനായി ചോദിച്ചു. അതിന് മറുപടിയായി അയാളെ വെറുതെ ഒന്ന് നോക്കിയ ശേഷം അവൾ ഒന്ന് മൂരി നിവർന്നു. ഞാൻ വല്ലാതെ തളർന്നുപോയി. താങ്കളുടെ സഹായത്തിന് നന്ദി. ഇനി ഞാൻ ചെന്ന് കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. അവൾ പോകുന്നത് നോക്കി അയാൾ നിന്നു. അതിനുശേഷം അവിടുത്തെ ലൗഞ്ചിൽ ഒരു സിഗരറ്റ് വരച്ച് ഊതിക്കൊണ്ട് വെറുതെ ഒരു പത്രമാസിക തുറന്നു നോക്കി. തുറന്നു നോക്കിയതല്ലാതെ അവയിലൊന്നിലും അയാളുടെ കണ്ണുകൾ തടഞ്ഞില്ല. ഇടനാഴിയുടെ അറ്റത്തെ മുറിയിൽ നിന്നും ടെലിവിഷനിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന ശബ്ദ കോലാഹലങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഏതോ ഡിറ്റക്റ്റീവ് പടം ഓടുകയാണെന്ന് അനുമാനിപ്പിക്കുമാറ് ഇടയ്ക്കിടെ വെടിശബ്ദം ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. മിസ് പിയേഴ്സണും മേജർ ഹാർഡിയും ഡിറ്റക്റ്റീവ് സിനിമകളോട് താല്പര്യമുള്ളവരായിരുന്നു. കുറേ സമയം കൂടി മാസികയുടെ ഏടുകൾ വെറുതെ മറിച്ചുകൊണ്ടിരുന്ന ശേഷം അയാൾ എഴുന്നേറ്റ്
മുറിയിലേക്ക് മടങ്ങി. മിസ്സിസ് ലോറിങ്ങിന്റെ മുറിയിൽ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പല്ല് തേച്ചു ഡ്രസ്സ് മാറിക്കഴിഞ്ഞ ശേഷം അയാൾ തന്റെ മുറിക്കുള്ളിലെ മിസ്സിസ് ലോറിങ്ങിന്റെ മുറിയിലേക്കുള്ള അടച്ചിട്ടിരുന്ന കതകിനടുത്തെത്തി നിന്നു. ഇപ്പോൾ ആ കതക് പൂട്ടിയിരിക്കുകയില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. മിസ്സിസ് ലോറിങ്ങിനെ പ്രാപിക്കാൻ പ്രയാസമില്ലെന്ന് സ്ത്രീകളുടെ മനോനിലയെക്കുറിച്ച് അറിയാവുന്ന ദവെ മനസ്സിലാക്കിയിരുന്നു. ഭാരിച്ച ഹൃദയമെടുപ്പോടെ കതകിന്റെ പിടിയിൽ അയാളുടെ വിരലുകൾ അമർന്നു. അത് തിരിച്ച് പതുക്കെയെന്ന് അകത്തേക്ക് നോക്കി. പ്രതീക്ഷിച്ചതുപോലെ അത് തുറന്നില്ല. പിന്നോക്കം മാറി അയാൾ കതകിലേക്ക് തുറച്ചു നോക്കി. ആ കണ്ണുകളിൽ ഒരു നിമിഷം രൗദ്രത നിഴലിച്ചു. പെട്ടെന്ന് തന്നെ അത് മാറി അയാൾ മെത്തയിലേക്ക് മടങ്ങി ലൈറ്റ് അണച്ച് കിടന്നു. അതും ഇതും ചിന്തിച്ചുകൊണ്ട് അയാൾ മെത്തയിൽ മലർന്നു കിടന്നു. അപ്പോൾ മിസ്സസ് ലോറിങ്ങിനെ കുറിച്ചുള്ള എൻ്റെ ധാരണ തെറ്റായിരിക്കുന്നു. അയാൾ ഓർത്തു. സാരമില്ല, എൻ്റെ ജീവിതത്തിൽ എത്രയോ തവണ പല കാര്യങ്ങൾക്കും ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ഇന്ന് എനിക്ക് കിട്ടാത്തതോ അത് നാളെ കൈവരിക്കുക തന്നെ ചെയ്യും. അയാൾ അങ്ങനെ വിശ്വസിച്ചു. താങ്കളുടെ സ്ഥാനത്ത് ബാങ്കിലെ മാനേജർ ഞാനായിരുന്നെങ്കിൽ അവിടുത്തെ ഭീമമായ തുകയെല്ലാം കൈകാര്യം ചെയ്യേണ്ട ചുമതല എനിക്കായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് മോഷണം ചെയ്താൽ എന്താണെന്നൊരു ആന്തരിക പ്രേരണ എന്നിലുണ്ടാകും. അവൾ പറഞ്ഞ ആ വാചകങ്ങൾ അയാൾ ഓർത്തു. അവൾ തമാശ പറയുകയായിരുന്നു. പണവുമായി കടന്നു കളയാൻ പറ്റിയ ഒരു മാർഗം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അയാൾ അവളുടെ സഹായം തേടുമായിരുന്നു. അതിന് അവളെ വിശ്വസിക്കാമോ? അയാൾ ഒരു സിഗരറ്റ് കണ്ടെടുത്ത് അത് കത്തിച്ചു. ഇക്കാര്യം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അയാൾ സ്വയം പറഞ്ഞു. അടുത്ത ദിവസം വൈകുന്നേരം 5:30 മണിക്ക് ഏതാനും നിമിഷങ്ങളുള്ളപ്പോൾ ദവെ ആലീസ് ഇരിക്കുന്ന മേശയ്ക്ക് സമീപം ചെന്നു. ജോലി കഴിഞ്ഞോ? നീല കണ്ണുകൾ കൊണ്ട് അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു. ഓ മിസ്റ്റർ ദവെ. ക്ഷണികമായൊരു മന്ദഹാസത്തോടെ അവൾ മറുപടി നൽകി. എങ്കിൽ നീ എൻ്റെ കൂടെ ആ വോൾട്ടിനരികിൽ വന്ന് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയൊന്ന് കാണിച്ചു തരൂ. കാരണം നീ നേരത്തെ പറഞ്ഞതുപോലെ പണം സൂക്ഷിക്കാനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും കയറി വന്ന് നമ്മുടെ വോൾട്ടിന്റെ ഭദ്രത എങ്ങനെയെന്ന് അന്വേഷിച്ചാൽ ഒന്നും അറിയില്ലെന്ന് ഭാവിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഓ ശരിയാണ്, ഞാൻ വരാം. അവൾ തൻ്റെ മേശവലിപ്പ് ഒരു താക്കോൽ ഉപയോഗിച്ച് തുറന്ന് അതിനകത്തു നിന്നും ഒരു താക്കോൽ കൂട്ടം കണ്ടെടുത്തു. താങ്കളുടെ താക്കോൽ താങ്കളുടെ വശമുണ്ടല്ലോ, അവൾ ചോദിച്ചു. ഉവ്വ്. അയാൾ അവളെ വോൾട്ടിനടുത്തേക്ക് അനുഗമിച്ചു. അവിടെ എത്തിയപ്പോൾ അയാളുടെ നാടുകൾക്ക് ക്ഷയം ഏർപ്പെടുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. കാരണം അതിനകത്തെ ചുമരിന്റെ 3 വശങ്ങളിലും തറ തൊട്ട് മേൽഭിത്തി വരെ കറുത്ത അനേകം ഇരുമ്പ് പെട്ടികൾ അടുക്കി വെച്ചിരുന്നു. ആ പെട്ടികളിൽ ബാങ്ക് ഇടപാടുകാർ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വിവിധ രേഖകളും സാക്ഷ്യപത്രങ്ങളുമായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു. 4ാമത്തെ ചുമരിന് ചേർന്നായിരുന്നു സേഫ്. ഇതെല്ലാം വളരെ പഴയ സമ്പ്രദായമാണല്ലോ എന്ന് ദവെ ഇരുമ്പ് പെട്ടികൾ ചൂണ്ടി പറഞ്ഞു. ഓരോ ഇടപാടുകാരനും ഓരോ പ്രത്യേക പെട്ടിയോ? അതിൻ്റെ ആവശ്യം എന്താണ്? ആ പെട്ടികളിൽ വിലയേറിയ വസ്തുക്കളായി ഒന്നുമില്ല, വെറും കടലാസുകൾ മാത്രം. വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട രേഖകൾ നമ്മുടെ ഇടപാടുകാർ സൂക്ഷിക്കുന്നത് ഈ പെട്ടികളിലാണ്. അടുക്കി വെച്ച രീതിയിലുള്ള ആ പെട്ടികൾ അയാൾ നോക്കി. അവ മൊത്തം 200-നടുത്ത് കാണുമെന്ന് അയാൾ കണക്കാക്കി. ആ പെട്ടികൾ കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ ചില ആശയങ്ങളൊക്കെ ഉണ്ടായി. അതേപ്പറ്റി പിന്നീട് ചിന്തിക്കുകയാവും ഭംഗിയെന്ന് കരുതി തൽക്കാലം ആ ചിന്തകൾ മനസ്സിൽ ഒതുക്കി വെച്ചു. ഇലക്ട്രോണിക് കണ്ണിനെ കുറിച്ച് നീ എന്നോട് എന്തോ പറഞ്ഞിരുന്നില്ലേ? അതെവിടെയാണ്? ഒരു സ്റ്റീൽ അഴി അവൾ അയാൾക്ക് ചൂണ്ടിക്കാണിച്ചു. മേൽഭിത്തിയിൽ ഒരു വാതായനം എന്ന കണക്കെ സേഫ് കതകിനോട് തിരിഞ്ഞുള്ള ഒരു വസ്തു അവൾ ചൂണ്ടിക്കാട്ടി. ആ അഴികൾക്ക് പിറകിലാണ് അത് ഉറപ്പിച്ചിരിക്കുന്നത്. ദവെ ആ അഴിയിൽ തന്നെ സൂക്ഷിച്ചു നോക്കി. അതൊരു സ്റ്റീൽ ഫ്രെയിമിൽ സിമെന്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ആരെങ്കിലും അതെടുത്ത് മാറ്റാൻ ശ്രമിച്ചാൽ പുറമെ അലാറം മുഴങ്ങിക്കേൾക്കുന്നതിന് ഉതകുന്ന രീതിയിലാണ് അതിന്റെ കിടപ്പെന്ന് അയാൾ മനസ്സിലാക്കി. ഇതേപ്പറ്റി അറിയാവുന്നവരാരെങ്കിലും വന്ന് ഇലക്ട്രിക് വയർ മുറിച്ചു കളഞ്ഞാൽ അതിന്റെ പ്രവർത്തനം നിൽക്കുകയില്ലേ? എനിക്കെന്തോ ഈ രീതി അത്ര സുരക്ഷിതമായി തോന്നുന്നില്ല. ആ വയറുകൾ തറയിലും ചുമരിലും സിമെന്റ് ഇട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്, ആലീസ് പറഞ്ഞു. അതിനൊരു പ്രത്യേക ജനറേറ്റർ ഉണ്ട്. അത് വെച്ചിരിക്കുന്നത് സേഫിനകത്താണ് എന്ന് പറഞ്ഞ് അവൾ സേഫിന്റെ ഒരു പൂട്ട് തുറന്നു. ഇനി താങ്കളുടെ താക്കോൽ ഉപയോഗിച്ച് 2ാമത്തെ പൂട്ട് തുറക്കൂ. അപ്രകാരം ദവെ തന്റെ താക്കോൽ ഉപയോഗിച്ച് 2ാമത്തെ പൂട്ട് തുറന്നു. ഇപ്പോൾ സേഫിനകം വ്യക്തമായി കാണാം. ഒരു വലിയ വാർഡ്രോബിന്റെ വലിപ്പമുണ്ടായിരുന്നു സേഫിന്. ചെറുതാണെങ്കിലും ശക്തിയേറിയ ആ ജനറേറ്റർ അയാൾ അതിനകത്ത് കണ്ടു.
വയറുകൾ തറയിൽ കൂടി ചുമരിനുള്ളിൽ കൂടി മുകളിലെ ഇലക്ട്രോണിക് കണ്ണുമായി യോജിപ്പിച്ചിരിക്കുന്നു. ആലീസ് വിശദീകരിച്ചു. ആ കണ്ണിനുള്ള ശക്തി അപാരമാണ്. ആരെങ്കിലും അതുമായി യോജിപ്പിച്ച വയർ മുറിക്കാൻ ചെല്ലുന്നുവെന്നിരിക്കട്ടെ, പെട്ടെന്ന് അലാറം മുഴങ്ങിക്കൊണ്ടിരിക്കും. എങ്കിലും ഇപ്പോഴെന്തുകൊണ്ടത് അലാറം മുഴക്കുന്നില്ല? ദവേ ഉത്കണ്ഠയോടെ ചോദിച്ചു. അവൾ ഉത്തരം പറയാൻ മടിക്കുന്നത് കണ്ടു. അതിനുശേഷം മടിച്ചുകൊണ്ടാണെങ്കിലും പറഞ്ഞു, ആ രഹസ്യം നിങ്ങളോട് പറയുന്നത് തെറ്റില്ലെന്ന് തോന്നുന്നു. താങ്കൾ ബാങ്കിന്റെ ഇൻചാർജ് അല്ലേ? ഇതൊക്കെ പറയാൻ കാരണം ആ രഹസ്യം ആരോടും പറയരുതെന്ന് കർശനമായി എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം ഇപ്രകാരമാണ്. ബാങ്കിൽ ലൈറ്റ് അണഞ്ഞു കഴിഞ്ഞ പിന്നെ ഞാൻ കാണിച്ചു തന്ന ഇലക്ട്രോണിക് കണ്ണിന്റെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങും. ലൈറ്റ് ഇട്ട് ബാങ്കിൽ ആരെങ്കിലും ഇരിക്കുന്നുവോ അഥവാ സേഫിനടുത്ത് ചെല്ലുകയോ ചെയ്താൽ അലാറം ശബ്ദിക്കുകയില്ല. ദവേ തന്റെ വേലുകൾ മണ്ണിന്റെ നിറത്തിലുള്ള തന്റെ മുടിക്കുള്ളിൽ കടത്തി. അത്രയ്ക്ക് വിശേഷമായ ഒരാശയമാണോ ഇത്? ഇൻഷുറൻസ് കമ്പനി ഈ ആശയത്തോട് യോജിച്ചിട്ടുണ്ട്. ഇനി പറയാം, കേൾക്കൂ. ആരെങ്കിലും രാത്രി ബാങ്കിനകത്ത് ലൈറ്റ് ഇട്ട് സേഫ് തുറക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ബാങ്കിന്റെ എതിരിലുള്ള ഷെറീഫിന്റെ ഓഫീസിലിരിക്കുന്ന ആൾക്ക് അത് കാണാൻ കഴിയും. ഓഫീസിൽ എപ്പോഴും ആരെങ്കിലും ഒരാളുണ്ടായിരിക്കും. വേനൽക്കാലങ്ങളിൽ സാധാരണ ലൈറ്റ് ഇടേണ്ട ആവശ്യം നേരിടാറില്ല. അപ്പോഴോ? ഞങ്ങൾ എപ്പോഴും ഒരു ലൈറ്റ് നിർബന്ധമായും ഓൺ ചെയ്ത് വെക്കാറുണ്ട്. മേൽഭിത്തിയുടെ വശം നല്ല ഇരുട്ട് തോന്നിക്കിയാൽ ആ പ്രകാശം അവിടെ കാണാം. ദവേ അവളെ നോക്കി. ഇൻഷുറൻസ് കമ്പനിക്ക് ഇതൊക്കെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരി. സേഫിന്റെ കതക് തുറന്ന നിലയിൽ തന്നെ വെച്ച് അവൾ മുകളിൽ ചെന്ന് പണവുമായി എത്തുന്ന വാഹനവും പ്രതീക്ഷിച്ചു നിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ബാങ്കിനപ്പുറത്ത് ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഷെറീഫ് തോമസിനായിരിക്കും അത്. ആലീസ് ചെന്ന് കതക് തുറന്നു. ദവേ അവളോടൊപ്പം ചേർന്നു. പിറ്റ്സ് വില്ലേജിൽ അയാൾ എത്തി കുറച്ചു ദിവസങ്ങളായെങ്കിലും ഷെറീഫിനെ കാണുന്നത് ആദ്യമായിരുന്നു. ഷെറീഫ് എത്തരക്കാരനാണെന്ന് അറിയാനുള്ള ഉത്കണ്ഠ അയാൾക്ക് നല്ലവണ്ണമുണ്ടായിരുന്നു. നല്ല ഉയരമുള്ള, കരുത്തുള്ള, തലയിൽ തൊപ്പി അണിഞ്ഞ ഒരാൾ കാറിൽ നിന്നിറങ്ങി. ഷെറീഫിന് 75 വയസ്സ് പ്രായമായെന്ന് കാഴ്ചയിൽ തോന്നിച്ചിരുന്നില്ല. ഇപ്പോഴും അദ്ദേഹം കരുത്തനാണ്. ആ കണ്ണുകളിലെ തിളക്കം മാഞ്ഞു പോയിരുന്നില്ല. ക്രമമില്ലാത്ത മുറയ്ക്ക് താടി വളർത്തിയിരുന്നു. വെളുത്ത മുടിക്ക് നല്ല നീളമുണ്ടായിരുന്നു. പാശ്ചാത്യ സിനിമയിലെ ഒരു വേഷക്കാരനാണ് അദ്ദേഹമെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുമായിരുന്നു. ട്രാവേഴ്സിനൊപ്പം അദ്ദേഹം പടികൾ ചവിട്ടിക്കയറി അവർക്ക് സമീപം വന്നു. ഷെറീഫ് സൗമ്യനാണെന്ന് ദേവയ്ക്ക് തോന്നി. മറ്റേയാൾ ഒരു പയ്യനെ പോലെയായിരുന്നു. ഇവരുടെ കണ്ണു വെട്ടിച്ച് ബാങ്കിൽ സൂക്ഷിക്കുന്ന പണം മോഷണം നടത്താൻ പ്രയാസമില്ലെന്ന് ദവെ മനസ്സിലാക്കി. ആലീസ് അയാളെ ഷെറീഫിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഷെറീഫും ദവയും പരസ്പരം കൈകുലുക്കുമ്പോൾ അത് നോക്കി നേർത്തൊരു മന്ദഹാസത്തോടെ പടികളിൽ തന്നെ തന്റെ 45 ഓട്ടോമാറ്റിക്കിൽ കൈവച്ചുകൊണ്ട് ട്രാവേഴ്സ് നിൽക്കുകയായിരുന്നു. ട്രക്ക് ഇവിടെ എത്താൻ ഇനി അധികം സമയമെടുക്കില്ല. വാച്ചിൽ നോക്കി ഷെറീഫ് പറഞ്ഞു. മിസ്റ്റർ ലാമ്പിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇതേവരെ ഇല്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അയാൾ തന്റെ വശ്യസുന്ദരമായ മന്ദഹാസം ക്ഷണിച്ചു വരുത്തി. കാരണം ഷെറീഫ് ദവയെ തന്നെ ഏതോ ഒരു പരിശോധന നടത്തുകയാണെന്ന മട്ടിൽ നോക്കുന്നത് അയാൾ അറിഞ്ഞിരുന്നു. വരൂ, അകത്തേക്ക് വരൂ ഷെറീഫ്. ദവയുടെ പെട്ടെന്നുണ്ടായ ആ മാറ്റം ഷെറീഫിനെ ചിന്താക്കുഴപ്പത്തിലാക്കി. വേണ്ട, ഞാനിവിടെ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആലീസിന്റെ നേരെ തിരിഞ്ഞു. എങ്ങനെയിരിക്കുന്നു? ജോലിയെല്ലാം നന്നായി നടക്കുന്നുണ്ടല്ലോ? ഉവ്വ് സർ, അവൾ ശിരസിളക്കി പറഞ്ഞു. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ വളരെ വേഗതയിലല്ലാത്ത വിധത്തിൽ പരിപൂർണമായി മൂടിയ രീതിയിലുള്ള ഒരു വാഹനം ബാങ്കിന് സമീപം വന്നു നിന്നു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങളായി ആ രീതി അവിടെ തുടർന്നു നടന്നുകൊണ്ടിരുന്നിട്ടും ആരിലും അല്പം പോലും അശ്രദ്ധ കടന്നുകൂടിയിട്ടുള്ളതായി ദവയ്ക്ക് തോന്നിയില്ല. ട്രക്കിന്റെ പിൻകതക് തുറന്നപ്പോൾ ആയുധധാരികളുടെ സഹായത്തോടെ 2 പേർ 2 മരപ്പെട്ടികളുമായി താഴെ ഇറങ്ങി ബാങ്കിലേക്കുള്ള പടികൾ ചവിട്ടിക്കയറി ദവയെ കടന്നുകൊണ്ട് നേരെ വോൾട്ടിനടുത്തേക്ക് നടന്നു ചെന്നു. ഷെരീഫ് ബാങ്ക് കതകൾ അടച്ചു. അവരെല്ലാം ആദ്യം വോൾട്ടിനകത്തേക്ക് ചെന്നവരോടൊപ്പം തന്നെ നടന്നു ചെന്നു. ആദ്യം വോൾട്ടിനകത്ത് കടന്ന 2 പേരും തങ്ങളുടെ കൈകളിലെ മരപ്പെട്ടികൾ ജനറേറ്റർ വച്ചിരുന്നിടത്ത് താഴെ തറയിൽ ഇറക്കി വെച്ച് പുറത്തു കടന്നു നിന്നു. ഷെരീഫ് നോക്കി നിൽക്കെ ആലീസും ദവയും ചേർന്ന് അവരവരുടെ താക്കോൽ ഉപയോഗിച്ച് വോൾട്ടിന്റെ പൂട്ടുപൂട്ടി. അത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ 3 നിമിഷത്തിൽ കൂടുതൽ എടുത്തിരുന്നില്ല.
പെട്ടികൾ കൊണ്ടുവന്ന രണ്ടുപേരും ട്രക്കിനടുത്തേക്ക് മടങ്ങി. അവരെയും വഹിച്ചുകൊണ്ട് ആ വാഹനം അതിവേഗം പുറപ്പെട്ടുപോയി. തികച്ചും സംതൃപ്തൻ എന്ന പോലെ ഷെരീഫ് ധവയെ നോക്കി ഒരു നേർത്ത മന്ദഹാസത്തോടെ ചെറുതായൊന്ന് ശിരസിളക്കി. വളരെ ഭംഗിയായി കാര്യങ്ങൾ നടന്നു അല്ലേ? അദ്ദേഹം പറഞ്ഞു. സാമർഥ്യമുണ്ടെന്ന് അഭിമാനിക്കുന്ന ഏതൊരാൾക്കും ഈ സ്ഥിതിയിൽ ആ പണം തട്ടിയെടുത്തു കൊണ്ടുപോകാനാവില്ല. ഇനി ബാങ്ക് അടയ്ക്കാം. മിസ്റ്റർ ദവെ, ഇന്നിനി താങ്കൾക്ക് സുഖമായി ഉറങ്ങാം. എന്നാൽ ദവയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് അയാൾ ഉറങ്ങിയിരുന്നോ എന്ന് തന്നെ സംശയമായിരുന്നു. പണം കൊണ്ടുവരപ്പെട്ടതും അത് സൂക്ഷിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ നേരിൽ കണ്ടതും ഓർത്തപ്പോൾ ആ വൻതുകയിൽ കൈവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപകടമാണെന്ന് അയാളുടെ അന്തരംഗം മന്ത്രിച്ചു. ആ സംരക്ഷണ നടപടിക്രമങ്ങളിൽ അയാൾക്ക് ഒരു പിഴയും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു കാര്യം അയാൾക്ക് ഉറപ്പായി. അതായത് പണം മോഷണം പോയെന്ന് ഫെഡറൽ ഏജന്റുമാർ അറിഞ്ഞാൽ നിശ്ചയമായും അത് അകത്തുള്ളവർ തന്നെ നടത്തിയ ഒരു മോഷണമാകാനേ തരമുള്ളൂവെന്ന് അവർ പെട്ടെന്ന് മനസ്സിലാക്കും. അവരാദ്യം സംശയിക്കുക ആലീസിനെയും ദവയെയുമായിരിക്കും. മനസാക്ഷിയോടെ ശരിയായി ചിന്തിക്കുന്ന ഏതൊരാളും അത്രയും വമ്പിച്ചൊരു തുക മോഷണം നടത്താൻ ആലീസിനെ പോലുള്ള ഒരുവൾ ഇറങ്ങിത്തിരിക്കുമെന്ന് വിശ്വസിക്കുകയില്ല. അപ്പോൾ അവരുടെ സംശയദൃഷ്ടികൾ സ്വാഭാവികമായും ചെന്ന് പതിയുന്നത് ദവയിലായിരിക്കും. അതോടെ അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ദവയാണ് അക്കാര്യം നിർവഹിച്ചതെന്ന് കണ്ടുപിടിച്ച് അയാളെ പിടികൂടും. അഥവാ അവരുടെ സംശയദൃഷ്ടികൾ അയാളുടെ നേരെ തിരിഞ്ഞില്ലെങ്കിലും മോഷണം ചെയ്ത പണം പിന്നെ ചിലവാക്കാൻ അടുത്ത കാലത്തൊന്നും അയാൾക്ക് സാധിക്കുകയില്ല. സദാ അവരുടെ കണ്ണുകൾ അയാളിൽ തന്നെയായിരിക്കും. പിന്നീട് ആ പണം ചിലവഴിച്ചു തുടങ്ങുമ്പോൾ അവർ നേരിട്ട് വന്ന് പിടികൂടിക്കൊള്ളും. അടുത്ത ദിവസം കാലത്ത് 9 മണിയായപ്പോൾ തലേ ദിവസം വന്ന ആയുധധാരികളായ ഗാർഡുകളെയും വഹിച്ചുകൊണ്ടുള്ള അതേ ട്രക്ക് ബാങ്കിന്റെ മുമ്പിൽ വന്നു നിന്നു. അതിൽ നിന്നും 4 കമ്പനിയുടെയും അക്കൗണ്ടന്റുമാർ പുറത്തേക്കിറങ്ങി. അവർ അവരുടെ കമ്പനിയിലേക്കുള്ള പണം എടുത്തുകൊണ്ടുപോകാൻ വന്നിട്ടുള്ളവരായിരുന്നു. അവരോടൊപ്പം 4 ഗാർഡുമാരുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് നടന്നതെല്ലാം ഒരു ക്ലോക്കിന്റെ പ്രവർത്തനം പോലെയായിരുന്നു. ആ 4 പേരെയും ദവയ്ക്ക് ഷെരീഫ് പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അവർ ആലീസിനോടൊപ്പം വോൾട്ടിനടുത്തേക്ക് നടന്നു. ആ സമയം 4 ഗാർഡുകൾ ബാങ്കിന് പുറത്ത് കാത്തുനിന്നു. ദവയും ആലീസും ചേർന്ന് വോൾട്ടിന്റെ പൂട്ട് തുറന്നു. അതിനുശേഷം അവിടെ നിൽക്കുകയായിരുന്ന 4 അക്കൗണ്ടന്റുമാരിൽ 2 പേർ ഓരോ താക്കോൽ കയ്യിലെടുത്ത് ആ മരപ്പെട്ടുകൾ തുറന്നു. ചെറിയ നോട്ടുകളിൽ അടുക്കി വെച്ചിരുന്ന ആ പെട്ടികളിലെ തുക കണ്ടപ്പോൾ ദവയ്ക്ക് വായി വരളുന്നതായി തോന്നി. 4 അക്കൗണ്ടന്റുമാരും അവരവരുടെ തുക എണ്ണിയെടുത്ത് ബ്രീഫ് കേസുകളിൽ നിറയ്ക്കുന്നത് അയാൾ നോക്കി നിന്നു. അവർ പണം എണ്ണുന്ന അവസരം ഷെരീഫ് ഗോവണിപ്പടികളുടെ മുകളിലെ അറ്റത്ത് നിൽക്കുകയായിരുന്നു. ട്രക്കിൽ വന്ന 2 പേരും 2 ഗാർഡുമാരും ട്രാവൽസും ബാങ്കിന്റെ മുൻവാതിൽക്കൽ കാവൽ നിന്നിരുന്നു. 15 നിമിഷങ്ങൾ കൊണ്ട് 4 അക്കൗണ്ടന്റുമാരും പണവുമായി മടങ്ങിപ്പോയി കഴിഞ്ഞു. ആ ദിവസം മുഴുവനും ദവെ പണത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അതേപ്പറ്റി ഓർക്കുന്തോറും അക്കാര്യം നിർവഹിക്കുക എളുപ്പമല്ലെന്ന് അയാൾക്ക് തോന്നി. പണം കാണാതായാൽ ഫെഡറൽ ഏജന്റുമാർ സംശയിക്കുന്ന 1-ാം നമ്പർ താനായിരിക്കുമെന്ന് അയാൾക്ക് നിശ്ചയമുണ്ട്. അങ്ങനെ പാടില്ല. അന്ന് വൈകുന്നേരം മേജറും മിസ് പിയേഴ്സണും ആലീസും ടെലിവിഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കെ വേലക്കാരി പോയി കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ ദവെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ മിസ്സിസ് ലോറിംഗ് ഇസ്തിരിടുകയായിരുന്നു. ദവയെ കണ്ടപ്പോൾ അവൾ മന്ദഹസിച്ചു. എന്താ, ടെലിവിഷൻ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടില്ലേ? ചിലപ്പോൾ മടുപ്പ് തോന്നുന്നു. അയാൾ ചുമരിൽ ചാരി അവൾക്ക് അഭിമുഖമായി നിന്നു. ഞാൻ ഇങ്ങോട്ട് വന്നത് കാരണം ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. നാളെ ശനിയാഴ്ചയല്ലേ? അയാൾ പറഞ്ഞു. ശനിയാഴ്ച ദിവസം ഇത്തരം ഒരിടത്ത് പ്രത്യേകത എന്താണുള്ളത്? അങ്ങനെ ഒരു പ്രത്യേകതയുമില്ല. സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കുറെ അകലെ ഡൗൺ സൈഡിൽ മാത്രമേ അതിന് സൗകര്യമുള്ളൂ. അവൾ ഇസ്തിരിയിട്ടുകൊണ്ടിരുന്ന തുണി മടക്കി ഒരു ഭാഗത്ത് വെച്ചു. ഭവതി വരുമോ? ഞാൻ തനിച്ചു പോകുന്നതിൽ രസമുണ്ടെന്ന് തോന്നുന്നില്ല. നന്ദി, പക്ഷേ നാളെ എനിക്ക് അതിന് സൗകര്യപ്പെടുകയില്ല. അല്പം ഗൗരവം സ്ഫുരിക്കുന്ന നോട്ടത്തോടെ അവൾ പറഞ്ഞു. മാത്രമല്ല, നഗരത്തിലെ ബാങ്ക് മാനേജറോടൊപ്പം ഡൗൺ സൈഡിൽ എന്നെ ആളുകൾ കാണുന്നത് നല്ലതല്ല. അവരെന്തെങ്കിലും പറഞ്ഞു വരുത്താൻ ശ്രമിക്കും. അത് അവരുടെ സ്വഭാവമാണ്. ശരിയാണ്, ഞാൻ അതേപ്പറ്റി ഓർത്തില്ല. പോട്ടെ, സാരമില്ല. ഇവിടെ എങ്ങാനും ഗോൾഫ് കളിക്കാനുള്ള സൗകര്യമുണ്ടോ? ടൗൺ സൈഡിൽ അതിനുള്ള സൗകര്യമുണ്ടെന്ന് മേജർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ശരിയായി അതേപ്പറ്റി അറിഞ്ഞുകൂടാ. എങ്കിൽ ഒന്ന് പോയി നോക്കി വരാം.
മടക്കിയ തുണികളുമായി അവൾ കതകിനടുത്തേക്ക് അയാളെ കടന്നു നടന്നപ്പോൾ പെട്ടെന്ന് അയാൾ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ഭവതിയാണ് ബാങ്ക് മാനേജരെങ്കിൽ അവിടുത്തെ പണം അത്രയും സ്വന്തമാക്കിയാൽ എന്താണെന്ന് ഒരു ആന്തരിക പ്രേരണ ഭവതിക്കുണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ലേ? അവൾ കൈ വിടുവിച്ച് അയാളെ തുറച്ചു നോക്കി. മനസ്സിലായില്ല. ഇപ്പോൾ ഭവതിക്ക് പണത്തിന്റെ ആവശ്യമില്ലേ? അവളെ വിശ്വസിക്കാമോ എന്ന സംശയം മനസ്സിലുണ്ടായിട്ടും മടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. തീർച്ചയായും. എന്താണ് ചോദിച്ചത്? വീണ്ടും അയാൾ മടിച്ചു നിന്നു. താൻ ഉദ്ദേശിക്കുന്ന കാര്യം നിർവഹിക്കാൻ തനിച്ചാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അയാൾ പറഞ്ഞു. ഞാൻ ആ 4 ഫാക്ടറികൾക്ക് വേണ്ടി ബാങ്കിലെത്തുന്ന പണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ പണം മോഷ്ടിക്കാൻ എൻ്റെ സ്ഥാനത്ത് ഭൗതിയായിരുന്നെങ്കിൽ തീർച്ചയായും പ്രേരിതയാകുമായിരുന്നെന്ന് എന്നോട് പറയുകയുണ്ടായിട്ടില്ലേ? അവൾ അയാളെ തുറച്ചു നോക്കി. പെട്ടെന്ന് ആ മുഖത്തെ ഭാവവ്യത്യാസങ്ങളെല്ലാം മാറി. ഓ, നോക്കൂ, ഞാനെങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി അതെല്ലാം ഇത്ര ഗൗരവമായി കണക്കിലെടുക്കരുത്. എന്തുകൊണ്ട് പാടില്ല? മനസ്സിൽ അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അങ്ങനെ പറയാൻ ആരായാലും മെനക്കെടുകയില്ലല്ലോ. എന്നൊന്നും അങ്ങനെ തീർത്ത് പറഞ്ഞുകൂടാ. അവൾ തുണി വാർഡ്രോബിൽ വെച്ച് കഴിഞ്ഞ ശേഷം പറഞ്ഞു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എനിക്കിത്തിരി ജോലിയുണ്ട്. അവൾ പുറപ്പെട്ടു പോകാൻ ഭാവിക്ക് അയാൾ പറഞ്ഞു. ഇന്ന് രാത്രി അക്കാര്യത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം. രാത്രി എൻ്റെ മുറിയിലേക്ക് വരാമോ? അന്വേഷണ രൂപത്തിൽ കതകിനടുത്തെത്തിയ മിസ്സിസ് ലോറിംഗ് തിരിഞ്ഞു നോക്കി. ഒരു നീണ്ട നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ പറഞ്ഞു. ശരി, വരാം. അവൾ അടുക്കളയിൽ ചെന്നു. അല്പനേരം കൂടി അവിടെ തന്നെ ഇരുന്ന ശേഷം അയാൾ മുറിയിലേക്ക് ചെന്ന് ടൈ തളർത്തി ഒരു സിഗരറ്റ് കൊളുത്തി മെത്തയിൽ മലർന്നു കിടന്നു. വിവിധ ചിന്തകൾ അയാളുടെ മനസ്സിൽ വന്നും പോയി വിടുന്നു. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കെ മിസ്സിസ് ലോറിംഗ് മുകളിലേക്ക് കയറി വന്ന് അവളുടെ മുറിയിലേക്കുള്ള അയാളുടെ മുറിയിലെ കതകിന്റെ പിടി തിരിഞ്ഞു തുറക്കപ്പെടുന്നത് അയാൾ ശ്രദ്ധിച്ചു. അവൾ അകത്ത് കയറി കതകടച്ച ശേഷം ദവയ്ക്ക് സമീപം ഒരു കസേരയിൽ വന്നിരുന്നു. മതിയോ? അവൾ ചോദിച്ചു. ഇനി പറയൂ, എന്താണ് കാര്യം? ഭവതിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ലേ? ദവേ ചോദിച്ചു. അതേപ്പറ്റി സംസാരിക്കുമെന്ന് കരുതി. എനിക്ക് ഈ നഗരത്തിലെ ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് കടക്കണം. ജീവിതത്തിൽ അവശേഷിച്ച ദിവസങ്ങളിൽ ഒരടിമയെപ്പോലെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു 3-ാം ക്ലാസ് മൂവി ഹൗസിൽ ജോലിയെടുത്ത് തളരാതെ മേത്തരം ഒരു ജീവിതം എൻ്റെ മകൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ട്. നിർധനനായ ഡെപ്യൂട്ടി ഷെറീഫിനെ വിവാഹം കഴിച്ച് കൈപ്പേറിയ ജീവിതം നയിക്കാൻ എൻ്റെ മകളെ അനുവദിക്കുന്നത് എനിക്കിഷ്ടമല്ല. ധനികനായ ഒരു ഭർത്താവിനോടൊപ്പം എൻ്റെ മകൾ സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഡെപ്യൂട്ടി ഷെറീഫിനെ ഭൗതിയുടെ മകൾ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? ദവേ ചോദിച്ചു. അത് അവളെ ഈ വൃത്തികെട്ട നഗരത്തിൽ തന്നെ താമസിക്കാൻ പ്രേരിപ്പിക്കും. കൈപ്പേറിയ ഇവിടുത്തെ ദിവസങ്ങളിൽപ്പെട്ട് അവളുടെ ജീവിതം താറുമാറാകും. അതുകൊണ്ട് വല്ല വിധേനയും അവളെ ഈ നഗരത്തിൽ നിന്ന് മാറ്റണം. അവൾക്ക് ഈ നഗരം വിട്ടു പോകാൻ ഇഷ്ടമില്ലെങ്കിലോ? ഈ പറഞ്ഞ വ്യക്തിയെ വിവാഹം കഴിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നതെങ്കിലോ? ഒരുപക്ഷെ അവൾ ആ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആരറിഞ്ഞു? മിസ്സിസ് ലോറിംഗ് കൈ മലർത്തി അക്ഷമ പ്രകടിപ്പിച്ചു. സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാൻ മാത്രം അവൾ വളർന്നിട്ടില്ല. ഒരു തവണ ഇവിടെ നിന്നും അകലേക്ക് മാറ്റി ഉയർന്ന ജീവിത രീതി അവൾക്ക് കാട്ടിക്കൊടുത്താൽ തീർച്ചയായും ആ ഡെപ്യൂട്ടി ഷെറീഫിനെ വിവാഹം കഴിക്കാൻ അവൾ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. വലിയൊരു തുക നേടിയെടുക്കേണ്ടതിലേക്കുള്ള നിന്റെ പ്രവർത്തന പരിധി എന്താണ്? ദവേ ചോദിച്ചു. ആ ശമ്പള പണത്തെക്കുറിച്ചാണോ ഉദ്ദേശിക്കുന്നത്? ദവേ ശിരസിളക്കി. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സഹായം താങ്കൾക്ക് ആവശ്യമെന്ന് തോന്നുന്നുവെങ്കിൽ, എനിക്കുള്ള പങ്ക് തൃപ്തിപ്പെടുന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നുവെങ്കിൽ ഏതൊരു രീതിയിൽ പ്രവർത്തിക്കാനും ഞാൻ തയ്യാറാണ്. ഇതിലെന്നെ വിശ്വസിക്കാം. ദവേ ഒരു നെടുവീർപ്പിട്ടു. നാം പരസ്പരം വിശ്വസിക്കേണ്ടത് അത്യാവശ്യമാണ്, അയാൾ പറഞ്ഞു. അവൾ മന്ദഹസിച്ചു. താങ്കൾ എന്നെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നോ? അതിൽ സംശയമുണ്ടോ? അവളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. കാരണം എനിക്ക് നിന്നെപ്പറ്റി അറിഞ്ഞുകൂടാ. ഷെരീഫിനെ വിളിച്ച് എനിക്ക് ഇങ്ങനെ ഒരു ആശയമുണ്ടെന്ന് നീ പറഞ്ഞെങ്കിലോ? എങ്കിൽ പിന്നെ എൻ്റെ സ്ഥിതി എന്താകും? അവൾ ചിരിച്ചു. അപ്പോൾ എൻ്റെയും സ്ഥിതി എന്താകും? അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചെയ്യില്ല. ഇത്തരം ഒരു സന്ദർഭത്തിന് വേണ്ടിയും ഇതിന് താങ്കളെപ്പോലെ ഒരാൾ ഭാവിയിൽ നിശ്ചയമായും തയ്യാറായി വരുമെന്നും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നതിനാൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവളെ നോക്കിയപ്പോൾ അവളെ വിശ്വസിക്കുന്നതിൽ തെറ്റില്ലെന്ന് അയാൾക്ക് തോന്നി. ഓക്കെ, ഇതിലിറങ്ങി പ്രവർത്തിക്കുന്ന നാം രണ്ടുപേരും ഇനി മേലിൽ പാർട്ട്ണർമാരാണ്. ആ വൻതുക നമുക്ക് നേടിയെടുക്കണം.
$300,000. പക്ഷേ അതെങ്ങനെ സാധിക്കും? എനിക്ക് അറിഞ്ഞുകൂടാ. ആലോചിച്ച് അതിനൊരു മാർഗം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പണം കാണാതായാൽ അവർ സംശയിക്കുന്ന ഒന്നാമത്തെ പുള്ളിക്കാരൻ ഞാനായിരിക്കും. അപ്പോൾ ഇതേവരെ അതിനൊരു വഴി കണ്ടെത്തി കഴിഞ്ഞിട്ടില്ലേ? ഇല്ല. ഇപ്പോൾ എനിക്കൊരു പാർട്ട്ണറുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഇതിലിറങ്ങി പ്രവർത്തിക്കുന്നതിൽ ക്ഷമ അത്യന്താപേക്ഷിതമാണ്. ധൃതി വെച്ച് ഒന്നും ചെയ്തുകൂടാ. ഒരിക്കലത് നിർവഹിച്ചു കഴിഞ്ഞാൽ ആരുടെയും ശ്രദ്ധ നമ്മിലേക്ക് തിരിയാൻ ഇടവരരുത്. അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. നീ അതേപ്പറ്റി ചിന്തിച്ച് ഒരു പോംവഴി കണ്ടെത്തുക. ഞാനുമായി ആലോചിക്കാം. പക്ഷെ ഒരു കാരണവശാലും ആരും നമ്മെ സംശയിക്കാൻ ഇടവരരുത്. അയാൾ എഴുന്നേറ്റ് ഒരു വിസ്കി കുപ്പി കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. ഇതൽപ്പം കുടിച്ച് ക്ഷീണം തീർക്കാം. അവൾ കുപ്പിയിലേക്കും ദവയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഞാൻ കുടിക്കാറില്ല. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്കുള്ള കതകിനടുത്തേക്ക് നടന്നു. പെട്ടെന്ന് അയാൾ കുപ്പി മേശപ്പുറത്ത് വെച്ച് അവളുടെ കൈക്ക് കയറി പിടിച്ച് അവളെ തന്നെ ഉറ്റുനോക്കി. അവൾ കൈ കുതറി. ഞാൻ വെറുതെ ആർക്കും ഒന്നും കൊടുക്കാറില്ല. വെറുതെ കാര്യങ്ങൾ കുഴയ്ക്കരുത്, അവൾ പറഞ്ഞു. അവൾ മുറിക്കകത്ത് കയറി കതകടച്ചു. ദവെ വിസ്കി ഗ്ലാസ്സിലേക്ക് പകർന്നു. ഞാൻ കാത്തിരിക്കാം, അയാൾ ഉറക്കെ പറഞ്ഞു. ഇന്നെനിക്ക് കിട്ടാത്തത് നാളെ കിട്ടുമെന്നത് തീർച്ചയാണ്. കാത്തിരിക്കാൻ പറ്റിയ ഒരു തരക്കാരിയാണ് അവൾ. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സ്വപ്നങ്ങൾ കാണാതെ അയാൾ ഉറങ്ങി. ഇന്നു മുതൽ താൻ തനിച്ചല്ലെന്ന ഒരാശ്വാസമായിരുന്നു അയാൾക്ക്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.